നമ്മളുടെ സിസ്റ്റംസ് എന്തുകൊണ്ടാണ് പലപ്പോഴും ദുരന്തങ്ങൾ വരാൻ കാത്തു നിൽക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അത് കൂടുതൽ വിൽക്കുകയും ചെയ്യേണ്ട ഒരു ജോലിയുള്ള അതേ ആളുകൾ തന്നെയാണ് ഇത് സംരക്ഷിക്കാൻ പറയുന്നതെന്നുള്ളൊരു വിരോധാഭാസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡാമുകളുടെ ഒരു ഓപ്പറേഷനിലുണ്ടായിരുന്ന അപാകതകളാണ് 2018 ഒരു കാരണം പ്രളയത്തിന് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. PCRA ആണ് എന്നെ ശരിക്കും മാറ്റിയത്. 73 ഗൾഫ് യുദ്ധത്തിൻ്റെയൊക്കെ ഭാഗമായി പെട്രോളിയത്തിൻ്റെ വില $2, ഒരു ബാരൽ പെട്രോളിയത്തിൻ്റെ വില $2 $12 അന്നത് വലിയൊരു ക്രൈസിസ് ആയിട്ട് ആളുകൾ കാണുകയും ഇതിൻ്റെ ഉപയോഗം ക്രമീകരിക്കണമെന്ന് തോന്നൽ വരികയും അതിനെ തുടർച്ചാണ് ലോകത്തിൽ വാസ്തവത്തിൽ ഊർജ്ജത്തെക്കുറിച്ച് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ പല ഡാമുകളും കൺട്രോൾ ചെയ്യുന്നത് മറ്റൊരു സംസ്ഥാനമാണ്, തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാട് വെള്ളം തുറന്നു വിട്ടാലും നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടാവും. നമുക്ക് പലതും അറിയില്ല എന്ന് നമുക്ക് സ്വയം അറിയണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. എറണാകുളം കലക്ടറുമായിട്ട് എനിക്ക് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇതേ കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്കൊരു റെഡ് അലേർട്ട് കിട്ടിയാൽ ആകെ ചെയ്യാൻ പറ്റുന്ന സ്കൂളിന് അവധി കൊടുക്കൽ മാത്രമാണ്. എവിടെയാണ് ഇത് ഇമ്പാക്റ്റ് ചെയ്യാന്ന് എനിക്കറിയില്ല. എറണാകുളം ജില്ലയ്ക്ക് മൊത്തത്തിലാണ് റെഡ് അലേർട്ട്. 73% ഹരിതഗൃഹവാതകങ്ങളും ഗ്രീൻ ഹൗസ് ഗ്യാസുകളും ഉണ്ടാക്കുന്നത് മനുഷ്യൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. മനുഷ്യൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾ പരിഹരിക്കാതെ കാലാവസ്ഥാ മാറ്റത്തിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് എവിടുന്ന് തുടങ്ങണം? അത് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. വാസ്തവത്തിൽ ഇന്ത്യയിൽ നിന്നൊരു ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും റെയിൻ ഫോർകാസ്റ്റിംഗ് വെച്ചിട്ടാണ് ഫ്ലഡ് വരുമോ ഇല്ലയോ എന്ന് പറയാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്, ഒരു അർജൻറ്റ് ടോപ്പിക്, ക്ലൈമറ്റ് ചേഞ്ച്. അമേരിക്കയിൽ ലോറൻസ് ബെർക്ക്ലി നാഷണൽ ലാബോറട്ടറിയിൽ not 1, 2 times ഫുൾബ്രൈറ്റ് ഫെലോ അയാൾ ഇക്വിനോക്ട് കോഫൗണ്ട് ചെയ്ത് ക്ലൈമറ്റ് റിസൈലൻസ്, ഫ്ലഡ് ഫോർകാസ്റ്റിംഗ്, കമ്മ്യൂണിറ്റി ഡാറ്റ നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്തയാൾ. ടൈഡൽ ഫ്ലഡിങ്ങിനെ കേരളത്തിലെ സ്റ്റേറ്റ് ഡിസാസ്റ്ററാക്കി റെക്കഗ്നൈസ് ചെയ്യിക്കാൻ 5 വർഷം ഫൈറ്റ് ചെയ്ത ആൾ. ദി ഫ്ലെയിമിംഗ് മൈക്രോഫോണിലേക്ക് സ്വാഗതം ഡോക്ടർ സി ജയറാമൻ. താങ്ക് യു സർ. ജയറാമൻ, താങ്കൾ 25 വർഷം ഒരു സെക്യൂർ കരിയറായിരുന്നു. പെൻഷന്, സീനിയോറിറ്റി, ഒരു 10 വർഷം സർവീസ് ഉള്ളപ്പോഴാണ് താങ്കൾ ആ ജോലി ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ ഡിസിഷൻ എടുക്കുന്നത്. ആ മൊമെൻറ്റ് ഉള്ളിൽ എന്ത് ഫീൽ ചെയ്തു? ആദ്യമായിട്ട് ഞാൻ സാറിനോടൊരു കാര്യത്തിൽ നന്ദി പറയട്ടെ. ഏകദേശം ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഹൈദരാബാദിൽ ഒരു എനർജി ഓഡിറ്റിന് വന്നപ്പോൾ സാർ അന്ന് നൽകിയ ആതിഥ്യത്തിന് പ്രത്യേക നന്ദി. അതിനുശേഷം നമ്മൾ ഇന്ന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനൊരു അവസരം തരുന്നതിന് നന്ദി പറയാം. ഇനി ആ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, കൊച്ചിൻ റിഫൈനറിയിൽ ഉള്ള സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മാറ്റം ഉണ്ടായത് 1998 PCRA എന്ന് പറയുന്നൊരു സ്ഥാപനത്തിലേക്ക് ഒരു ഡെപ്യൂട്ടേഷൻ ലഭിച്ചപ്പോഴാണ്. വാസ്തവത്തിൽ അത് ഞാനൊരു മാറ്റം ആഗ്രഹിച്ചിരുന്ന സമയവും അതേസമയം ഞാൻ അവിടെ നിന്ന് മാറണമെന്ന് എൻ്റെ സ്ഥാപനം ആഗ്രഹിച്ചിരുന്നൊരു സമയം കൂടി ആയിരുന്നു. കാരണം ഞാൻ ഓഫീസർ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ സാറിന് അറിയാമല്ലോ, അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ടെൻഷൻസൊക്കെ. 2 പേർക്കും ആഗ്രഹമുള്ളതുകൊണ്ട് അത് നടന്നു. കൊച്ചി PCRAക്ക് അന്ന് കേരളത്തിൽ ഓഫീസില്ലായിരുന്നു. PCRA ഒരു ഏകാംഗ പട്ടാളമാണ്. ഒരാൾ മാത്രമാണ് സംസ്ഥാനത്തിലുണ്ടാവുക. നിങ്ങളുടെ വീട് തന്നെയാണ് ഓഫീസ്. അങ്ങനെയാണ് 98 ഞാൻ എൻ്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയും എൻ്റെ ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും ചെയ്യുന്നത്. ആ വീട്ടിന് ഞാനന്ന് ഇട്ട പേര് എൻകോർ എന്നായിരുന്നു. അത് ഒരു ഇംഗ്ലീഷ് വാക്കാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എനർജി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാലമായിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ ഭാര്യ റീഹാബിലിറ്റേഷൻ മെഡിസിനുമായിട്ട് ഒരു MPhil ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ എനർജിയും റീഹാബിലിറ്റേഷൻ കൂട്ടിച്ചേർത്തൊരു എൻകോർ ഉണ്ടാക്കിയതാണ്. പക്ഷെ അതായിരുന്നു PCRAയുടെ 5 വർഷത്തെ ഒരു ഓഫീസ്. PCRA ആണ് എന്നെ ശരിക്കും മാറ്റിയത്. അതുവരെ ഞാൻ എപ്പോഴും പറയും, അതുവരെ ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ മാത്രമായിരുന്നു. PCRAയിൽ വന്നപ്പോഴാണ് ഞാനൊരു യഥാർത്ഥത്തിലൊരു എഞ്ചിനീയർ ആയതെന്ന്.
എന്താണ് PCRA എന്നുള്ളത്? പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര പെട്രോളിയം മിനിസ്ട്രിയുടെ കീഴിൽ എങ്ങനെ ഇന്ധനം സംരക്ഷിക്കാം എന്നുള്ളൊരാഗ്രഹത്തിന് 1976 PCRA രൂപീകൃതമാണ്. 1973 ഗൾഫ് യുദ്ധത്തിൻ്റെയൊക്കെ ഭാഗമായി പെട്രോളിയത്തിൻ്റെ വില $2, ഒരു ബാരൽ പെട്രോളിയത്തിൻ്റെ വില $2 $12 ആയപ്പോൾ അന്നത് വലിയൊരു ക്രൈസിസ് ആയിട്ട് ആളുകൾ കാണുകയും ഇതിൻ്റെ ഉപയോഗം ക്രമീകരിക്കണമെന്ന് തോന്നൽ വരികയും അതിനെ തുടർച്ചാണ് ലോകത്തിൽ വാസ്തവത്തിൽ ഊർജ്ജത്തെക്കുറിച്ച് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടുകൾ ഉണ്ടാവുന്നത്. ഇൻ്റർനാഷണൽ എനർജി ഏജൻസി രൂപീകരിക്കപ്പെടുന്നതും പിന്നീട് UNFCCയും IPCC ഒക്കെ വരുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ്. അന്ന് PCRAയിൽ എൻ്റെ ജോലി എങ്ങനെ നിങ്ങൾ ഇന്ധനം സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ഈ PCRA വാസ്തവത്തിൽ ഓയിൽ കമ്പനികളിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു വശത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അത് കൂടുതൽ വിൽക്കുകയും ചെയ്യേണ്ട ഒരു ജോലിയുള്ള അതേ ആളുകൾ തന്നെയാണ് ഇത് സംരക്ഷിക്കാൻ പറയുന്നത് എന്നുള്ളൊരു വിരോധാഭാസം അവിടെ ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോൾ ഞാൻ പലരോടും ചോദിച്ചു എന്താണ് PCRA എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള പലർക്കും അറിയില്ലായിരുന്നു. ഞാൻ ഇന്നും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ഏറ്റവും കൂടുതൽ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ജോൺ തരകൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സീനിയർ കൊച്ചി റിഫൈനറിയിലായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഞാൻ ഈ ഓഫർ സ്വീകരിക്കണോ. അദ്ദേഹം കുറേ നോട്ടീസുകളൊക്കെ എടുത്തിട്ട് പറഞ്ഞു എങ്ങനെ പാചകം ചെയ്യുമ്പോൾ എങ്ങനെ ഇന്ധനം സംരക്ഷിക്കാം, വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെ ഇന്ധനം സംരക്ഷിക്കാം എന്നുള്ള നോട്ടീസുകളൊക്കെ, ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ടറിലായിരിക്കും തൻ്റെ പണി, നോക്ക് എന്ന് പറഞ്ഞു. ടെക്നിക്കലായിട്ടൊന്നും ചിലപ്പോൾ ഒന്നും ചെയ്യാനുണ്ടാവില്ല എന്നൊന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ എൻ്റെ ഒരുപാട് സാങ്കേതികമായിട്ടുള്ള അറിവുകൾ വികസിപ്പിച്ചെടുത്തതും അതിന് സമൂഹവുമായിട്ടുള്ളൊരു ബന്ധത്തെപ്പറ്റി മനസ്സിലാക്കിയതും വാസ്തവത്തിൽ PCRAയിലേക്ക് വന്നതാണ്. അതൊരു നിമിത്തമാണ് എന്നെനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് 2003 ഞാൻ തിരിച്ചു വരികയും 2005 ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എനർജി ഓഡിറ്റർമാർക്കും എനർജി മാനേജർമാർക്കുമായിട്ടുള്ള ഒരു അഖിലേന്ത്യാ തലത്തിലൊരു പരീക്ഷ നടത്തുകയും സർട്ടിഫൈഡ് എനർജി ഓഡിറ്റേഴ്സ് ആൻഡ് മാനേജേഴ്സിന് വേണ്ടി അത് എഴുതുകയും അന്ന് ആ പരീക്ഷ എഴുതി പാസ്സായ ഞങ്ങൾ കുറച്ച് പേര് ഇന്ന് എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ഹരികുമാർ, കേരള സ്റ്റേറ്റ് പ്രൊഡക്ടിവിറ്റി കൗൺസിലിൻ്റെ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത AP ജോസ്, പിന്നെ ഡോക്ടർ PS ചന്ദ്രമോഹൻ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഊർജ്ജ വിദഗ്ധനായ PS ചന്ദ്രമോഹൻ, പിന്നെ കൊച്ചി റിഫൈനറി തന്നെ എൻ്റെ പിൻഗാമിയായിട്ട് PCRAയിലേക്ക് വന്ന മനോജിന്, പിന്നെ ക്രിസ്റ്റി എബ്രഹാം എന്ന് പറഞ്ഞ KSEB ഉണ്ട്. ഇങ്ങനെ ഒരു 7 പേര് ചേർന്ന് സൊസൈറ്റി ഓഫ് എനർജി എഞ്ചിനീയേഴ്സ് ആൻഡ് മാനേജേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം, ഒരു സീം ഒരു സന്നദ്ധ സംഘടന രൂപീകരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ സീമിൻ്റെ ഒരു പബ്ലിക്കേഷനായിട്ടുള്ള എനർജി എഫിഷ്യൻസി മാനേജർ നടത്താനായിട്ട് എനർജി പ്രസ് എന്ന് പറഞ്ഞ മറ്റൊരു സന്നദ്ധ സംഘടനയും. അപ്പം ഇങ്ങനൊരു സന്നദ്ധ സംഘടനകളുടെ ഒരു പ്രവർത്തിച്ചിട്ടുള്ളൊരു പരിചയവും സമൂഹമായിട്ടുള്ളൊരു നമ്മൾ പഠിക്കുന്നതും നമ്മുടെ ജോലിയും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കോൺട്രിബ്യൂഷൻസും എങ്ങനെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കണമെന്നൊക്കെ പഠിച്ചതും പഠിപ്പിച്ചതും ഈ പ്രവർത്തനങ്ങളാണ്. അതായിരിക്കാം ഒരു പക്ഷേ 10 വർഷം ബാക്കിയുള്ളപ്പോഴും പുറത്തു വന്നാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് തന്നത്. അതാണ് കൊച്ചി BPCL ആദ്യമായിട്ടൊരു വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം അനൗൺസ് ചെയ്തപ്പോൾ പുറത്തേക്ക് വരാനുള്ള എനിക്കൊരു ഊർജ്ജമായി മാറിയതെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയുണ്ട് ഇപ്പോൾ സീമിൻ്റെ പ്രവർത്തനങ്ങൾ? സീം ഇന്ന് 1000-ലധികം അംഗങ്ങളുള്ള ഇന്ത്യയിൽ ഒട്ടാകെ പറന്ന് നടക്കുന്ന മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു പ്രതിനിധിയെങ്കിലുമുള്ള വലിയൊരു സംഘടനയായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കാലമായിട്ട് സീമിൻ്റെ ആക്റ്റീവ് റോളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും സീം വളരെ നല്ല രീതിയിൽ തന്നെ ഇന്ത്യയിൽ പല രീതിയിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ എല്ലാവരും സർട്ടിഫൈഡ് എനർജി ഓഡിറ്റേഴ്സും മാനേജർമാരുമാണ്. സാർ അതിൻ്റെ ഒരു അംഗമാണ്. സാറിന് കൊണ്ടുവരാൻ പറ്റിയത് ഞങ്ങളുടെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുകയും ചെയ്യുന്നുണ്ട്. 2018-2019 ഫ്ലഡ്സ്, ആ സമയത്താണ് ഇക്വിനോക്സ് എന്ന ഒരു സംഘടന ഉണ്ടാവുന്നത് അല്ലേ? അല്ല, ഇക്വിനോക്സ് 2020 ജനിക്കുന്നത്. പക്ഷേ 2018-ലെയും 2019-ലെയും വെള്ളപ്പൊക്കം അതിനൊരു നിമിത്തമായി മാറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2018 പ്രളയം ഉണ്ടായപ്പോഴും 2019 ഉണ്ടായപ്പോഴും കൊച്ചിൻ റിഫൈനറി ഓഫീസർ അസോസിയേഷൻ്റെ കൂട്ടത്തിൽ ഞാനും
പല സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുകയും, ഞാൻ എൻ്റെ ഭാര്യ ഒരു ഡോക്ടറാണ്, അവരോടും കൂടി ചേർന്നിട്ട് ചില മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ പ്രളയത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും നേരിട്ട് കുറേയൊക്കെ കാണാൻ അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2020 എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ചോദ്യം, ഈ വർഷം വീണ്ടും പ്രളയം ഉണ്ടാവുമോ? ഉണ്ടായാൽ നമുക്ക് എങ്ങനെയാണ് ആളുകളെ മാറ്റി പാർപ്പിക്കാൻ പറ്റുക? കാരണം അത് കോവിഡിൻ്റെ സമയമാണ്. 5 പേർക്ക് കൂടി ഒരുമിച്ച് നടക്കാൻ പറ്റാത്തൊരു കാലത്ത് നമ്മൾ 500-600 പേരെ ഒരു സ്കൂളിൽ റീഹാബിലിറ്റേറ്റ് ചെയ്തിരുന്നൊരു 18-19 തുടർച്ച എന്തായാലും നടക്കില്ലല്ലോ. അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ ഞാൻ പലപ്പോഴും ഡാമുകളെ കണ്ടിട്ടുള്ളത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ടാണ്. അപ്പോൾ ഡാമുകളുടെ ഒരു ഓപ്പറേഷനിലുണ്ടായിരുന്ന അപാകതകളാണ് 2018 ഒരു കാരണം പ്രളയത്തിന് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോഴാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീധർ രാധാകൃഷ്ണൻ പറഞ്ഞത്, ഒരു ഡോക്ടർ CG മധുസൂദനൻ എന്ന് പറഞ്ഞ് ബോംബെ IITയിൽ PhD ഒക്കെ കഴിഞ്ഞൊരു വ്യക്തി ഇതിൽ വളരെ ഗഹനമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം 2018 പ്രളയം ഒരു മാസം മുൻപ് തന്നെ കൃത്യമായിട്ടുള്ള കണക്കുകൾ വെച്ച് പലരെയും കലക്ടർമാരെയൊക്കെ നേരിട്ട് അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഒന്ന് ബന്ധപ്പെട്ട് നോക്കൂ, 20 പ്രളയം ഉണ്ടാവോ ഇല്ലയോ എന്ന് അറിയാം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ചോദ്യം. അങ്ങനെയാണ് ഞാൻ ഡോക്ടർ മധുസൂദനെ പരിചയപ്പെടുന്നത്. അപ്പം അത് വന്ന് ബോംബെയിൽ PhD ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് NDMAക്ക് വേണ്ടി, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ശ്രീജയും കൂടി ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോസ്റ്റ് ഡിസാസ്റ്റർ അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസംസ് എങ്ങനെയായിരുന്നു കേരളത്തിൽ എന്നതിനെക്കുറിച്ച്. അങ്ങനെ ഞാൻ മധുവായിട്ട് ബന്ധപ്പെടുകയും എൻ്റെ ഈ ഒരു ആധി പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തപ്പോൾ മധു പറഞ്ഞു, വ്യക്തിപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് നമുക്കൊരു സംഘടന രൂപീകരിക്കാം എന്ന് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാനൊരു 6ഓളം സന്നദ്ധ സംഘടനകളുടെ സ്ഥാപകനാണ്. അതുകൊണ്ട് ഇനിയൊരു സന്നദ്ധ സംഘടന വേണ്ട എന്നുള്ളൊരു തീരുമാനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളൊരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് കമ്പനിയായിട്ട് ഇക്വിനോക്കിനെ 2020 തുടങ്ങുന്നത്. ഇക്വിനോക്കിൻ്റെ തുടക്കത്തിന് ഒരുപക്ഷെ പ്രളയത്തിൻ്റെ ഈ പഴയ കഥകളൊക്കെ തമ്മിലുള്ളൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം. ഏറ്റവും സിംഗിൾ മോസ്റ്റ് ആയിട്ട് ഒരു ഡിസ്റ്റർബിങ് ചെയ്ത ഒരു ഫാക്ടർ എന്തായിരുന്നു അവിടെ? യു മീൻ ടു ഡ്യൂറിങ് ദാറ്റ് ഡിസാസ്റ്റേഴ്സ്? ഏറ്റവും വലിയൊരു ചോദ്യം എൻ്റെ മുന്നിലുണ്ടായിരുന്നത്, നമ്മളുടെ സിസ്റ്റംസ് എന്തുകൊണ്ടാണ് പലപ്പോഴും ദുരന്തങ്ങൾ വരാൻ കാത്തു നിൽക്കുന്നത്? എന്തുകൊണ്ട് നമുക്കതിന് മുൻപ് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല? നമ്മൾ വളരെ നല്ല ക്രൈസിസ് മാനേജേഴ്സാണ്, ഒരു സംശയമില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏത് ക്രൈസിസ് വരുമ്പോഴും നമ്മൾ നന്നായിട്ട് തന്നെ മാനേജ് ചെയ്യും. പക്ഷേ ക്രൈസിസ് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ നമ്മൾ പലപ്പോഴും പിന്നോട്ട് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുതന്നെയായിരുന്നു ഒരു ഏറ്റവും മോസ്റ്റ് ഡിസ്റ്റർബിങ് ഫാക്ടർ. അപ്പോൾ എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുക? ക്രൈസിസിനെ എങ്ങനെ മുൻകൂട്ടി കാണാൻ പറ്റും? നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റിയാണ് അതിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര. നമുക്ക് പലതും അറിയില്ല എന്ന് നമുക്ക് സ്വയം അറിയണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അത് തിരിച്ചറിഞ്ഞാലേ നമുക്ക് പല കാര്യങ്ങളും മുൻകൂട്ടി കാണാൻ പറ്റുള്ളൂ എന്നുള്ള തോന്നലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഡേറ്റയാണ്. നമുക്ക് കഴിഞ്ഞ കാലത്തെ ഡാറ്റയെപ്പറ്റി അറിയണം, ഇപ്പോഴുള്ള ഡാറ്റ അറിയണം, ഇനി വരാൻ സാധ്യതയുള്ളത് എങ്ങനെയാണെന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് ദുരന്തങ്ങളെ നേരിടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഏകദേശം അതിനുള്ളൊരു പാതയിലേക്കാണ് ഇക്വിനോക്ട് ഇപ്പോഴും അന്ന് മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം എന്താണ്? പേരുണ്ട് സംഘടന? ഞങ്ങൾ 10 പേരുണ്ട് ഇപ്പോൾ. അതിൽ 4 ഫൗണ്ടർ മെമ്പർമാർ, ഞാൻ, ഡോക്ടർ CG മധുസൂദനൻ, ഡോക്ടർ KG ശ്രീജ, പിന്നെ അഭയ് വിഷ്ണു എന്നൊരു ഡാറ്റ അനലൈസറും കൂടിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. പിന്നീട് ഞങ്ങൾ യൂണിസെഫിൻ്റെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. അത് ഞാൻ കേട്ടു, ഒരു ഫസ്റ്റ് എവർ ക്ലൈമറ്റ് ടെക് കോഹോർട്ട് എന്ന് പറഞ്ഞിട്ട് 2023 8 ടീംസിലെ ഗ്ലോബലി ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരു ടീം ഇക്വിനോക്ട് ആയിരുന്നു. അതിൻ്റെ ആ സെലക്ഷൻ്റെ ജേർണി ഒന്ന് പറയൂ. യൂണിസെഫിലേക്ക് ഞങ്ങൾ ഈ പ്രപ്പോസൽ കൊടുക്കുന്നത് ഒരു ഇമ്പാക്ട് ബേസ്ഡ് ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം
എന്നുള്ളൊരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടാണ്. ലോകം ഇന്ന് അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും നമുക്കങ്ങനെ ഒരു ഇമ്പാക്ട് ബേസ്ഡ് ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഇല്ല. വാസ്തവത്തിൽ ഇന്ത്യയിൽ നിന്നൊരു ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും റെയിൻ ഫോർകാസ്റ്റിംഗ് വെച്ചിട്ടാണ് ഫ്ലഡ് വരുമോ ഇല്ലയോ എന്ന് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ മഴ അതിലൊരു ഫാക്ടർ മാത്രം. ഫ്ലഡ് ഉണ്ടാക്കുന്നതിൽ ഒരു ഫാക്ടർ മാത്രമേ മഴയാവുന്നുള്ളൂ, മറ്റു പല ഘടകങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. പക്ഷേ അങ്ങനെ യുനിസെഫിലേക്ക് ഞങ്ങളിങ്ങനെ ഒരു പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ ഡോക്ടർ CG മധുസൂദൻ ഒരു ഹൈഡ്രോ ക്ലൈമറ്റോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ PhD തീസിസ് തന്നെ ഇന്ത്യയിലുള്ള എല്ലാ റിവർ ബേസിൻസിനെ കുറിച്ചിട്ടുള്ളൊരു പഠനമാണ്. അതിനെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും പിന്നെ 2018 പ്രളയത്തിൽ അവർ മുന്നോട്ട് വെച്ചിട്ട് അതിന് ശേഷമുള്ള പഠനങ്ങളെല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ യുനിസെഫിൻ്റെ പ്രോജക്റ്റിലേക്ക് കൊടുക്കുന്നത്. അതൊരു വലിയൊരു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റെക്കഗ്നീഷനായിരുന്നു. മാത്രമല്ല ഞങ്ങൾക്ക് ഒരു വലിയ സപ്പോർട്ടുമായിരുന്നു. കാരണം വേറെ ഇൻകം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് 4 പേരെ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ആലോചിക്കുന്ന സമയത്ത് ഈ യുനിസെഫിൻ്റെ സപ്പോർട്ട് കിട്ടിയപ്പോഴാണ് ഞങ്ങളൊരു ഓഫീസ് എടുക്കുന്നതും ഞങ്ങളുടെ ഓഫീസിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കുറച്ച് റിസർച്ച് അസിസ്റ്റൻസിനെ വെക്കുകയും ആ പ്രോജക്റ്റ് ഒരു വർഷം കൊണ്ട് ചാലക്കുടി പെരിയാർ റിവർ ബേസിൻസിനെ കുറിച്ച് ഒരു കോസിറ്റ് ഫ്ലോസ് എന്നുള്ള പേരിൽ കമ്മ്യൂണിറ്റി സോഴ്സ്ഡ് ഇമ്പാക്റ്റ് ബേസ്ഡ് ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് വാർണിംഗ് സിസ്റ്റം എന്നുള്ള ആ കോസിറ്റ് ഫ്ലോസ് എന്നുള്ള പേരിൽ നമ്മളൊരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു ഒരു വർഷം കൊണ്ട്. യുനിസെഫിൻ്റെ സപ്പോർട്ട് അമേസിങ് ആയിരുന്നു. കാരണം ഒരുപാട് ലോകത്തിൻ്റെ പല മൂലകളിൽ നിന്നുള്ള ഓരോ മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ ഞങ്ങൾക്ക് മെൻറ്റേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഒരു ഘട്ടത്തിൽ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ചില എൻജിനീയേഴ്സ് പോലും ഞങ്ങളുടെ ഇത് ഓപ്പൺ സോഴ്സ് ആവണമെന്നുള്ള നിർബന്ധമായിരുന്നു. അതാണ് ഏറ്റവും മുഖമുദ്ര. ഇത് നിങ്ങൾ പബ്ലിക്കിന് അവൈലബിൾ ആവണം. നമ്മുടെ എല്ലാ ഡെവലപ്മെൻറ്റ്സ് ഓപ്പൺ സോഴ്സ്ഡ് ആവണം. അതിൽ ലോകത്തുനിന്ന് പല ഭാഗത്തുനിന്നും ആളുകൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പൂർണ്ണമായി എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് എവിടെയെങ്കിലും ഡിപ്ലോയബിൾ ആയിട്ടുള്ള ലെവലിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. കാരണം ഇത് സർക്കാരുകൾ വഴി തന്നെയാണ് ചെയ്യേണ്ടത്. സാറിന് അറിയാമല്ലോ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം നമുക്ക് നേരിട്ട് വാർണിംഗ് കൊടുക്കാനുള്ള അധികാരമില്ല. സർക്കാരുകൾക്ക് മാത്രമേ വാർണിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സർക്കാരിനെ ഒരു എനേബിൾ ചെയ്യുന്നൊരു സിസ്റ്റമായിട്ടാണ് ഞങ്ങളിതിനെ ഡെവലപ്പ് ചെയ്തത്. ഇതിൽ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഡേറ്റ എന്ന് പറയുന്നത്, നമുക്ക് മഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ IMDക്ക് കേരളത്തിൽ ആകെപ്പാടെ നോക്കുകയാണെങ്കിൽ 160-170 റെയിൻ ഗേജുകളാണുള്ളത്. അത് ഒട്ടും പര്യാപ്തമല്ല നമ്മുടെ മഴയെക്കുറിച്ച് പറയാൻ. ഒരു ഗേജിന്, കാരണം മഴ വളരെ ലോക്കലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയാണ് ഞങ്ങൾ യുനിസെഫ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചാലക്കുടി പെരിയാർ റിവർ ബേസിൻസിൽ 100ഓളം റെയിൻ ഗേജുകൾ സ്ഥാപിച്ചു. ആ ഓരോ റെയിൻ ഗേജും ഒരു കമ്മ്യൂണിറ്റി കണക്ഷൻ ഉണ്ടാക്കിയെടുത്തു. അത് ഇക്വിനോക്സാണ് സാധിച്ചത്. ഞങ്ങൾക്കിപ്പോൾ എല്ലാ ദിവസവും രാവിലെ 8:30 മണിക്ക് ഈ എല്ലാ റെയിൻ ഗേജുകളിൽ നിന്നും എത്ര മഴയുണ്ടെന്നുള്ള കണക്ക് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതൊരു പുതിയ അറിവാണ്, പലർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ക്ലൈമറ്റ് വാച്ച് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ ഇപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് കേരളത്തിലും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ റെയിൻ ഗേജുകളുടെ ഡേറ്റ നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും കാണാൻ പറ്റും. ഓരോ കഴിഞ്ഞ കാലങ്ങളിൽ എത്ര മഴയുണ്ടായി, ഇന്നലെ എത്ര മഴയുണ്ടായി, ഇന്ന് എത്ര മഴയുണ്ടായി, 8:30 മണിക്ക് എന്നുള്ളത്. സൈറ്റിൻ്റെ പേര് ക്ലൈമറ്റ് വാച്ച്. weather.equinoct.com എന്നുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഒന്ന് റെയിൻ വാച്ച് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, മഴയുടെ അളവുണ്ട്. പിന്നെ മറ്റൊന്ന് ഫ്ലഡ് വാച്ച് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക്. ഓരോ ജില്ലയിലുമാണോ അതോ ഈ 18 എല്ലാം ഇന്ത്യയിൽ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള IMDയുടെ ഡാറ്റകളെല്ലാം കമ്പൈൽ ചെയ്തിട്ട് ഒരു വിഷ്വൽ പ്ലാറ്റ്ഫോമാക്കി മാറ്റിയിരിക്കാം. ഞങ്ങൾ സ്ട്രാറ്റജിക് ലൊക്കേഷൻസിലാണ് ഞങ്ങളുടെ റെയിൻ ഗേജുകൾ വെച്ചിട്ടുള്ളത്. കാരണം ഒരു പരിധിക്കുള്ളിൽ എത്ര മഴയുണ്ടാകുന്നത് ശരിക്കും ഇതുപോലും പര്യാപ്തമല്ല. ഈ 100 പോലും പര്യാപ്തമല്ലാത്തപ്പോഴാണ് കേരളം മുഴുവൻ 160 റെയിൻ ഗേജുകൾ വെച്ച് നമ്മൾ പല പ്രഡിക്ഷൻസും അല്ലെങ്കിൽ ഫ്ലഡ് വാർണിംഗും ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ വേറൊരു ഡോക്ടർ മധുവിൻ്റെ PhDയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മുടെ ഫ്ലഡിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വലിയൊരു ഫാക്ടർ മണ്ണിനടിയിൽ കൂടി ഒഴുകുന്ന വെള്ളമാണ്, മണ്ണിന് മുകളിൽ കൂടി ഒഴുകുന്ന വെള്ളമല്ല. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ മെഷർമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് സർക്കാർ തലത്തിൽ ഗ്രൗണ്ട് വാട്ടർ മെഷർമെൻറ്റ് ഡേറ്റയില്ല. 3 മാസത്തിലൊരിക്കൽ എടുക്കുന്ന വളരെ സ്കേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രൗണ്ട് വാട്ടർ മെഷർമെൻറ്റ്സും തുടങ്ങിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി വെച്ചിട്ട് കിണറുകളിലെ വെള്ളം അളക്കുകയും ആ ഡേറ്റയും നമ്മളിതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ ഫ്ലഡ് വാച്ചിൽ ഡാമുകളുടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. അതൊരു വിഷ്വൽ ഡിസ്പ്ലേ ആണ്.
എല്ലാ ഡാമുകളുടെയും വാട്ടർ ലെവൽ എത്രയാണ്, എത്ര പെർസെൻറ്റേജാണ്, 90%, 95%, 98% എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് സർക്കാർ ലെവലിൽ അല്ലെങ്കിൽ ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയോ അല്ലെങ്കിൽ ഇറിഗേഷൻ ബോർഡിൻ്റെയോ ഒക്കെ ഡാം ലെവൽ ഡാറ്റ പബ്ലിക്കലി അവൈലബിൾ ആണ്. അത് തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് വെറും നമ്പേഴ്സാണ്. ഒരു എക്സൽ ഷീറ്റിലോ ഒരു PDF-ലോ കിട്ടുന്ന ഒരു ഡാമിൻ്റെ ഹൈറ്റ് 142 ഫീറ്റാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. കാരണം ആ ഹൈറ്റിൻ്റെ മൊത്തം ഡാമിൻ്റെ സൈസ് എത്രയാണ്, അല്ലെങ്കിൽ അതിൽ വെള്ളം 142 ഫീറ്റാണെന്ന് പറയുന്നതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. പക്ഷേ അത് 99% പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വേറൊരു രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റും. ആ ഡാം ഫുള്ളാവുമെന്നും അടുത്തൊരു മഴയ്ക്ക് അത് തുറന്നു വിടേണ്ടി വരുമെന്നും തുറന്നു വിടുമ്പോൾ എവിടെയാണ് വെള്ളം എത്തുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ അത് സഹായിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഫ്ലഡ് വാച്ച് എന്ന് പറയുന്ന ആ ഒരു കോമ്പണൻ്റ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ IMD റെഡ് അലേർട്ട് ഒരു ഇഷ്യൂ ആകുമ്പോൾ ആദ്യം ചെയ്യുന്ന സ്കൂൾ ഹോളിഡേ ഡിക്ലെയർ ചെയ്യുക. ബിയോണ്ട് ദാറ്റ് നോ ക്ലാരിറ്റി, ഇമ്പാക്റ്റ് ബേസ്ഡ് ഫ്ലഡ് ഫോർകാസ്റ്റിംഗ്, ഇതിൽ നിന്നും ഫണ്ടമെൻ്റലി ഡിഫറെൻ്റ് ആണ് നിങ്ങളുടെ ആക്ടിവിറ്റി. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? സർ പറഞ്ഞ വളരെ കൃത്യം. ഞങ്ങൾ എറണാകുളം കലക്ടറുമായിട്ടിരിക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇതേ കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്കൊരു റെഡ് അലേർട്ട് കിട്ടിയാൽ ആകെ ചെയ്യാൻ പറ്റുന്ന സ്കൂളിന് അവധി കൊടുക്കൽ മാത്രമാണ്. എവിടെയാണ് ഇത് ഇമ്പാക്റ്റ് ചെയ്യാന്ന് എനിക്കറിയില്ല. എറണാകുളം ജില്ലയ്ക്ക് മൊത്തത്തിലാണ് റെഡ് അലേർട്ട്. അതെ, എറണാകുളം ജില്ലയുടെ പെരുമ്പാവൂരുള്ള പ്രശ്നമായിരിക്കില്ല തൃപ്പൂണിത്തുറ, അവിടെയുള്ളതായിരിക്കില്ല വൈപ്പിലുണ്ടാവുക. അപ്പോൾ വളരെ ലോക്കലായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് മാത്രം പോരാ. ഒരു മഴ പെയ്യുമ്പോൾ ആ മഴയുടെ അളവ് എത്രയാണെന്ന് അറിയുന്നതിനേക്കാൾ ഉപരി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ മഴ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ. എവിടെയാണ് അത് ബാധിക്കുക? ഇടുക്കിയിൽ മഴ പെയ്താൽ പ്രളയം ഉണ്ടാകുന്നത് പറവൂരായിരിക്കും, ഇടുക്കിയിലായിരിക്കില്ല. അപ്പോൾ ഇത് 2 ജില്ലകളാണ്. ഇവർ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പോലും പലപ്പോഴും പ്രധാനമാണ്. നമ്മുടെ പല ഡാമുകളും കൺട്രോൾ ചെയ്യുന്നത് മറ്റൊരു സംസ്ഥാനമാണ്, തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാട് വെള്ളം തുറന്നു വിട്ടാലും നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടാവും. അങ്ങനെ സംഭവിക്കാനുള്ള 2 സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു തവണ അത് വളരെ എങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ്റെ പുറത്ത് തമിഴ്നാട്ടിലുള്ള ഒരു ഡാം ഓപ്പറേറ്ററെ വിളിച്ച് പറഞ്ഞപ്പോൾ രാത്രി 12 മണിക്കാന്ന് ഓർക്കാം, വിളിച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സാർ ഞങ്ങൾ ഈ ഡാം തുറക്കാൻ പോവുക, ഞങ്ങളിവിടെ ഫുള്ളായിട്ടുണ്ട്, കേരളത്തിലെ ആരെയും ഞങ്ങൾക്ക് ഇതുവരെ അറിയിക്കാൻ പറ്റിയിട്ടില്ല, സാർ ആരെങ്കിലും അറിയിക്കണമെങ്കിൽ അറിയിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അതന്നെ നമ്മൾ കളക്ടർമാരോട് വിളിച്ച് പറയുന്നു, തമിഴ്നാട്ടിൽ ഡാം തുറക്കും. ഇത് ഒക്ടോബർ നവംബർ മാസത്തിലാണ്. അപ്പോൾ നമ്മുടെ ഷട്ടർ, ഈ താഴെയുള്ള നമ്മുടെ പെരിയാറിൻ്റെയൊക്കെ താഴെയുള്ള ഷട്ടറുകളെല്ലാം അടഞ്ഞു കിടക്കുന്ന സമയമായിരിക്കും. കാരണം ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചിടും. ഈ ഡാം തുറന്നു കഴിഞ്ഞാൽ ഈ വെള്ളം അവിടെ വന്ന് കെട്ടി നിൽക്കുകയും പ്രളയം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ഷട്ടറുകൾ തുറക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ ചീഫ് മിനിസ്റ്റർക്ക് SOS മെസ്സേജ് കൊടുത്തു. അന്ന് ചീഫ് സെക്രട്ടറിക്ക് വിവരം അറിയിച്ചു. ചീഫ് സെക്രട്ടറി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞു. പക്ഷേ വാസ്തവത്തിൽ ആക്ഷനൊന്നും നടന്നില്ല. പക്ഷേ അവിടെയുള്ളൊരു നാട്ടുകാരൻ പോയിട്ട് ഷട്ടർ ഉയർത്തി. അത് ശരി. ആ ഷട്ടർ ഉയർത്തിയതുകൊണ്ട് അവിടെ വെള്ളം കയറിയില്ല. ഇവിടെയൊക്കെയാണ് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞൊരു സിസ്റ്റം, എങ്ങനെയാണ് ഒരു സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഇൻഫർമേഷൻ എങ്ങനെയാണ് ഫ്ലോ ചെയ്യേണ്ടത്, ഇതിലൊക്കെയാണ് നമുക്ക് മാറ്റങ്ങൾ വരേണ്ടത്. നമുക്ക് ഡാറ്റ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആ ഡാറ്റ വെച്ച് പ്രവർത്തിക്കാൻ പറ്റണം. ആ പ്രവർത്തിക്കാനുള്ളൊരു സിസ്റ്റം ഉണ്ടാവണം. സോ യുവർ ഗ്യാദർ നെറ്റ്വർക്ക് ഇത് യൂസസ് കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ് അല്ലേ? അതാണ് അതിൻ്റെ ബാക്ക് ബോൺ. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഞങ്ങളുടെ പേര് തന്നെ കമ്മ്യൂണിറ്റി സോഴ്സ്ഡ് മോഡലിംഗ് സൊല്യൂഷൻ എന്നാണ്. ഇക്വിനോക്ട് കമ്മ്യൂണിറ്റി സോഴ്സ്ഡ് മോഡലിംഗ് സൊല്യൂഷൻ. ഞങ്ങൾ പ്രോബ്ലം സോഴ്സ് ചെയ്യുന്നതും സൊല്യൂഷൻസ് സോഴ്സ് ചെയ്യുന്നതും കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവുകളൊന്നൊരു തിരിച്ചറിവും കൂടിയാണ്. ഒരു നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങൾക്കുള്ള അറിവിൻ്റെ വളരെ കുറച്ച് ഭാഗമേ ശാസ്ത്രജ്ഞന്മാരെന്ന് അവകാശപ്പെടുന്ന, പറ്റുമെങ്കിൽ, അങ്ങനെ അവകാശപ്പെടുന്നില്ല, പറ്റുമെങ്കിൽ നമുക്കുള്ള അറിവ് കുറവാണ്. പക്ഷേ അവർക്ക് അതിനേക്കാൾ കൂടുതൽ അറിവുണ്ട്. അതുകൊണ്ട് അവരുടെ അറിവും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നാണ്. ഗ്യാദറിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ഗ്യാദറിങ് ഇൻഫർമേഷൻ, 2 ഗ്യാദറിങ് പീപ്പിൾ. ഈ ഗ്യാദർ അതാണ്. ഗ്യാദർ ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു, ഗ്യാദർ അറിവുകളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മൂന്നാറിലൊരു 3 ദിവസത്തെ ക്യാമ്പ് നടത്തി. ഞങ്ങളുടെ ഗ്യാദർ വോളണ്ടിയേഴ്സിൻ്റെ കുട്ടികളടക്കം, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളടക്കം പ്രായമായിട്ടുള്ള 60-70 വയസ്സായ ആളുകളൊക്കെ ഞങ്ങൾക്ക് ഈ മഴമാപനവും കിണറിൻ്റെ വെള്ളത്തിൻ്റെ അളവും ദിവസവും നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അവരെന്തിനാണ് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്ന് അവരെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്.
ഇപ്പോൾ സാറ് ഒരു ഗ്യാദർ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണെങ്കിൽ എല്ലാ ദിവസവും സാർ എനിക്ക് ആ ഡാറ്റ അയച്ചു തരുമ്പോൾ പോലും ഞാനിത് എന്തിനു ഉപയോഗിക്കുന്നു, ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനം, ഇതുകൊണ്ട് എങ്ങനെയാണ് ഒരു നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് വെബ്സൈറ്റിൽ കാണിക്കുകയും നാട്ടുകാർക്ക് മുഴുവൻ കാണാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ ഡിസ്പ്ലേ ചെയ്യുകയും. ഇപ്പോൾ ഇടുക്കിയിലുള്ള മഴമാപനം ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയേണ്ടത് താഴെ പെരിയാറിൻ്റെ താഴെ താമസിക്കുന്ന ഒരാൾക്കായിരിക്കും. കാരണം ആ നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നതാണ് ഗ്യാദർ നെറ്റ്വർക്ക് ചെയ്തിട്ടുള്ളൊരു വലിയൊരു. ഹൗ സക്സസ്ഫുൾ ഇറ്റ് വാസ്? എങ്ങനെയാണ് സക്സസ്ഫുൾ ആകുന്നുണ്ടോ? തീർച്ചയായിട്ടും. എത്ര കാലമായി? യൂണിസെഫ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ റെയിൻ ഗേജ് ഇൻസ്റ്റലേഷൻ തുടങ്ങിയത്. 2022-23 തുടങ്ങി. 160 അല്ലേ? 100ഓളം റെയിൻ ഗേജുകൾ സ്ഥാപിച്ചു. പിന്നെ കുറച്ച് ഗ്രൗണ്ട് വാട്ടർ ഗേജുകൾ സ്ഥാപിച്ചു. പിന്നെ ഗേജിന് മെയിൻ്റനൻസ് വേണ്ടി വരും? ഇല്ല. ഇത് വളരെ സിമ്പിൾ. നമ്മുടെ മഴമാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണഗതിയിലൊരു പാത്രം മാത്രമാണല്ലോ മഴ അളക്കാൻ. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു മാറ്റം വരുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്ന പല മഴമാപനങ്ങൾക്കും കുറഞ്ഞ അളവിലുള്ള മഴയെ അളക്കാനുള്ള നമ്മുടെ റെയിൻ ഗേജുകൾക്ക് അവിടെ നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും? ഇല്ല. ഞങ്ങൾ ഫോൺ ചെയ്യും. നേരത്തെ അവർ മൊബൈൽ വഴിയാണ് ഞങ്ങൾക്ക് ഈ ഡാറ്റ തന്നിരുന്നത്. വാട്സാപ്പ് വഴി ഡാറ്റ തന്നിരുന്നു. ഇപ്പം ഞങ്ങൾ ഗ്യാദർ എന്ന് പറയുന്നൊരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മൊബൈൽ ആപ്പിൽ എൻ്റർ ചെയ്യാം. അവർക്ക് മഴയുടെ അളവ് മാത്രമല്ല, അത് അവിടെ ഉള്ളവർ ഇപ്പം സാറ് ഇപ്പോൾ പുത്തൻവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു റെയിൻ ഗേജിൻ്റെ മെഷർമെൻറ്റ് തരുന്ന ഒരാളാണെങ്കിൽ രാവിലെ 8:30 മണിക്ക് സാറ് ഞങ്ങൾക്ക് ഗ്യാദർ ആപ്പിൽ പറയും ഇന്നിവിടെ 100 മില്ലിമീറ്റർ മഴ പെയ്തു, ഇന്നലെ മഴ പെയ്തില്ല. അപ്പോൾ പെയ്യാത്ത മഴയും കൂടി തരണം. കാരണം മഴ പെയ്യുന്നത് മാത്രമല്ല പെയ്യാത്ത മഴയും. അത് 2 തരത്തിൽ. ഒന്ന് പ്രളയം മാത്രമല്ല, ഡ്രോട്ടും അറിയാനൊക്കെ ഇത് സഹായിക്കും. പിന്നെ നമ്മൾ ഡാറ്റ അനാലിസിസ് ചെയ്യണമെങ്കിൽ സീറോ വാല്യൂവും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും വിട്ടുപോയിട്ട് ഞങ്ങൾ വിളിക്കും. എല്ലാ ദിവസവും ഇവർ എല്ലാവരെയും വിളിക്കും. വിട്ടുപോയ ആൾക്കാരോട് പ്രത്യേകം ചോദിക്കുക എന്ത് വിട്ടുപോയതാണ്. അപ്പം പല തിരക്കുകൾക്കിടയിൽ ചിലപ്പോൾ ഡാറ്റ എൻ്റർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് മുടങ്ങാതെ ഈ പറയുന്ന എല്ലാ ഗ്യാദറേഴ്സിൻ്റെ നിന്നും ഞങ്ങൾക്ക് ഡാറ്റ കിട്ടുന്നുണ്ട്. അവർ കൃത്യമായിട്ട് അവരത് അറിയിക്കുന്നു. ഈ ഗ്യാദറേഴ്സ് ആർ അവർ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊരു അതെ, കമ്മ്യൂണിറ്റിയിൽ അംഗമാണ്. ഞങ്ങൾക്കൊരു ആഗ്രഹമുള്ളത് വാസ്തവത്തിൽ നമ്മളൊരു തരത്തിൽ അവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഡാറ്റ ഇങ്ങോട്ട് വാങ്ങുന്നുണ്ട്, അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല. നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കാൻ, അതായത് ഈ ഡാറ്റ ഗ്യാദറേഴ്സിന് എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കൊടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഒരു തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ പോലെ നിങ്ങൾക്ക് 100 ദിവസത്തേക്ക് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സർക്കാർ സംവിധാനം തരുന്നല്ലോ. അതിനേക്കാൾ വിലപ്പെട്ട ഒരു സംഭാവനയല്ലേ ഇവർ തരുന്നത്. കറക്റ്റ്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഒരു കോമ്പൻസേഷൻ മെക്കാനിസം കൊടുക്കാൻ പറ്റുകയെന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇതുവരെ നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്കൊരു വലിയൊരു സ്വപ്നവും കൂടിയാണത്. കാരണം ഒന്നും വെറുതെ കിട്ടരുത്. ജനുവരി 30, 2026 കേരള ഗവൺമെൻറ് ടൈഡൽ ഫ്ലഡിങ് ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്ററായി ഡിക്ലെയർ ചെയ്തു. 5 വർഷത്തെ ഫൈറ്റാണത്. പുത്തൻവേലിക്കര ഒരു റിയാലിറ്റിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത ആ ലാൻഡ്മാർക്ക് ഡിക്ലറേഷൻ അവസാനിക്കുന്ന ആ ജേർണി ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കൂ. ഇക്കോണോമിക്കിനെ മാത്രമായിട്ട് ഞങ്ങൾ ഒരിക്കലും അവകാശപ്പെടില്ല. ഇതൊരു വലിയൊരു സമൂഹത്തിൻ്റെ ഒരു വിജയമാണെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളതിലൊരു അതിൻ്റെ ഒരു ചെറിയൊരു കോൺട്രിബ്യൂട്ടിങ് ഫാക്ടറായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ. 2021-22 സമയത്ത് ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വാസ്തവത്തിൽ 2018 പ്രളയത്തിന് ശേഷം പുത്തൻവേലിക്കര ഭാഗത്ത് ഡോക്ടർ മധുവും ശ്രീജയും ഒക്കെ അവിടെ പോയ ആളുകളായിട്ട് സംസാരിക്കുകയും അവിടെ ഷാജൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി വർക്കറുണ്ട്, അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്താണ് വെള്ളോട്ടുപുറം എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ യാദൃശ്ചികമായിട്ട് എത്തിച്ചേരുന്നത്. അതാണ് സാറ് നേരത്തെ സൂചിപ്പിച്ച മറ്റേ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞിട്ടുള്ള ആംഫിബിയൻസിൻ്റെ നാട്. അതിലേക്ക് വരാം. ഒക്ടോബർ നവംബർ സമയത്ത് പോലും വീടുകളിൽ വെള്ളം കയറുന്ന വലിയൊരു അത്ഭുതത്തോടുകൂടിയാണ് അവർ കണ്ടത്. എങ്ങനെയാണ് ഈ സമയത്ത് വീടുകളിൽ വെള്ളം കയറുന്നത്? അപ്പോഴാണ് ഇത് ഒരു വേലിയേറ്റമായിട്ട് ബന്ധപ്പെട്ടൊരു വസ്തുതയാണെന്ന് മനസ്സിലാവും. ഉപ്പ് വെള്ളമാണെന്ന് കയറുന്നത് തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു US ബ്യൂറോ ഓഫ് കൾച്ചറൽ അഫെയർസ് എല്ലാ വർഷവും അലുമിനി എൻഗേജ്മെൻറ്റ് ഇന്നൊവേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് കോൾ ഫോർ ചെയ്യും. അത് ഫുൾ ബ്രൈറ്റ് അലുമിനൈസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ഫുൾ ബ്രൈറ്റ് അലുമിന ആയതുകൊണ്ട് എനിക്ക് ആ ഇൻഫർമേഷൻ കിട്ടുകയും ഞങ്ങളൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും വേറെ 2 ഫുൾ ബ്രൈറ്റേഴ്സ്, ഡോക്ടർ മഞ്ജുള ഭാരതി എന്ന് പറഞ്ഞ ടിസ്സിലെ ഡീനും KPM ബഷീർ എന്ന് പറഞ്ഞ ഹിന്ദുവിലെ ബ്യൂറോ ചീഫായിരുന്ന ഞങ്ങൾ 3 പേരും ഫുൾ ബ്രൈറ്റ് റെപ്രസെൻറ്റേറ്റീവ്സും പിന്നെ ഇക്വിനോക്റ്റും കമ്മ്യൂണിറ്റി റിസോഴ്സ് സെൻറ്റർ പുത്തൻവേലിക്കരയും ചേർന്നുകൊണ്ട് ഒരു പ്രോജക്റ്റും
ഈ പ്രോജക്റ്റ് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ആണ് അതിൻ്റെ ലീഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പണം സ്വീകരിക്കണമെങ്കിൽ FCRA റെഗുലേഷൻസ് ഒക്കെ ഉള്ള ഓർഗനൈസേഷൻസ് വേണം. MS സ്വാമിനാഥൻ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ അവിടെയുള്ള ഡോക്ടർ ഷക്കീലയുമായിട്ട് സംസാരിക്കുകയും MS സ്വാമിനാഥൻ ലീഡായിക്കൊണ്ട് ഇക്കണോക്റ്റും CRCയും പിന്നെ ഞങ്ങൾ ഫുൾ ബ്രൈറ്റേഴ്സും ചേർന്ന് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യും. അന്ന് AEIFൻ്റെ ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ഏക പ്രൊജക്റ്റായിട്ട് അത് മാറുകയും ചെയ്തു. പക്ഷേ ആ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം അവയർനെസ് ക്രിയേഷൻ മാത്രമായിരുന്നു. ഇപ്പം ഞങ്ങൾ 3 പഞ്ചായത്തുകൾ തിരഞ്ഞെടുത്തു. പുത്തൻവേലിക്കര, ഏഴിക്കര, കുമ്പളങ്ങി. ഇവിടങ്ങളിൽ വേലിയേറ്റ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് തീരുമാനിക്കുകയും ഞങ്ങൾ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ ഏകദേശം ഒരു 200-250 വീടുകൾ, ഞങ്ങൾ ആദ്യം 1000 വീടുകളോളം ബാധിക്കുമെന്നൊരു കണക്കുകൾ പറഞ്ഞപ്പോൾ അവർക്കതൊരു വലിയൊരു നമ്പറായിട്ട് തോന്നി. അത്രയും 1000 വീടുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ 3 പഞ്ചായത്തുകളായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യും, 250 വീടുകളുടെ പഠനം നടത്താൻ ആവശ്യപ്പെടും. അങ്ങനെ ഞങ്ങൾ പ്രൊജക്റ്റ് അപ്രൂവ് ചെയ്തു. ഞങ്ങൾ ഇതുമായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കാണാൻ പോവുകയാണ്, ഇങ്ങനൊരു പഠനം നടത്താൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ 3 പഞ്ചായത്തിൽ പഠിച്ചിട്ട് എന്താ കാര്യം? എറണാകുളത്തുള്ള 20 പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ വേലിയേറ്റ വെള്ളപ്പൊക്കം ഉണ്ടെന്ന്. അപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചത്, സാർ എത്ര വീടുകൾ അഫക്റ്റഡ് ആണ്? ആരുടെ കയ്യിലും കണക്കില്ല. ഓക്കെ. അപ്പോൾ ഓരോ പഞ്ചായത്തിലും കയറിയിട്ട് ചോദിച്ചു, നിങ്ങളുടെ പഞ്ചായത്തിൽ എത്ര വീടുകൾ എഫക്റ്റഡ് ആണ്? കണക്കില്ല. അവരൊരു നമ്പർ പറയും, ഒരു 100 വീട്. അപ്പോൾ ഞങ്ങൾ എല്ലാ വാർഡ് മെമ്പർമാരെയും വിളിക്കാൻ പറയും. വിളിച്ചിട്ടൊരു മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ ഓരോ വാർഡ് മെമ്പറോടും ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ എത്ര, നിങ്ങളുടെ വാർഡിൽ എത്ര. അപ്പോൾ ഈ മൊത്തത്തിൽ 100 എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിൽ 1000, 1500 ഒക്കെ ആയിട്ട് വർദ്ധിച്ചു. പക്ഷെ ഇതൊന്നും കൃത്യമായ കണക്കുകളല്ല. അതൊരു ആവറേജ്, അവരുടെ ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ അവരുടെ അറിവിൻ്റെ അല്ലെങ്കിൽ അവരുടെ നിത്യപരിചയത്തിൻ്റെ പുറത്താണ്. പക്ഷേ ഇത് ഒരു ഡാറ്റയായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത്, എങ്ങനെയാണ് ഇതിൻ്റെ കണക്കെടുക്കാൻ പറ്റുക? കണക്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ വീട്ടിലും കയറി വീട്ടിൻ്റെ കണക്ക് ആ വീട്ടുകാർക്ക് മാത്രമേ തരാൻ പറ്റുള്ളൂ. ഇതിൽ സാറ്റലൈറ്റ് ഡാറ്റ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെയാണ് വീട്ടിനകത്ത് വെള്ളം കയറുക, അല്ലെങ്കിൽ രാത്രി സമയത്താണ്, അല്ലെങ്കിൽ പല രീതിയിലും നമുക്ക് മറ്റ് ടെക്നോളജികൾ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞങ്ങളൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് ആലോചിക്കുന്നത്. കലണ്ടർ. എല്ലാ വീട്ടിലും തൂങ്ങുന്നൊരു വസ്തുവാണ് കലണ്ടർ. കലണ്ടറിൽ പല കാര്യങ്ങളും നമ്മൾ രേഖപ്പെടുത്തും. ഞങ്ങളൊരു സ്പെഷ്യൽ കലണ്ടർ ഉണ്ടാക്കിയിട്ട് 10,000 വീടുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ എപ്പോൾ വെള്ളം കയറുന്നു, എത്ര വെള്ളം കയറുന്നു, അതൊന്ന് അളന്ന് വെക്കണം, എത്ര തവണ വെള്ളം കയറുന്നു എന്ന് അടക്കാൻ പറഞ്ഞു. ഈ മെഷർമെൻറ്റ്സ് ഈ വീടുകളെല്ലാം വയ്ക്കുകയും ഞങ്ങൾ പിന്നീട് അത് തിരിച്ച് കളക്ട് ചെയ്യുകയും ആ ഡേറ്റയാണ് ഞങ്ങളുടെ ഇന്നിപ്പോൾ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നത്. റിയലി ഗ്രേറ്റ് വർക്ക്, ഒരു വളരെ നല്ല വർക്കാണിത്. എന്നിട്ട് അത് 2 രീതിയിലത്, ഒന്ന് നമ്മൾ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്നൊരു ഇതുണ്ടല്ലോ, അവർ നിരന്തരം അനുഭവിക്കുന്നൊരു പ്രശ്നമാണ്. അതിനൊരു സൊല്യൂഷനും കിട്ടിയിട്ടില്ല. അപ്പോൾ വീണ്ടും കുറച്ച് ആളുകൾ വന്നിട്ട് ഈ പഠനം നടത്തും, പോവും, ഫോട്ടോ എടുക്കും. അതൊക്കെ നാട്ടുകാർക്ക് മടുത്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ പഞ്ചായത്തുകളിലും ഏത് വീട്ടിലും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട്. സ്വീകാര്യത. കാരണം അവർക്കറിയാം ഇത് വെറുതെ നടക്കുന്നതല്ല. ഈ കഴിഞ്ഞ 5 വർഷം ഇതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ അന്ന് AEIF പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചില അവയർനെസ് ക്യാമ്പയിനുകൾ നടത്തി. ഒരു ഫ്രം ദ ബ്രിങ്ക് എന്ന് പറയുന്നൊരു ചെറിയൊരു ഷോർട്ട് ഡോക്യുമെൻ്ററി ഉണ്ടാക്കി. അത് കേരളത്തിൽ അറിയപ്പെടുന്ന സിനിമ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അന്ന് ബിനാലയുടെ ഭാഗമായിട്ട് ഒരു പോർട്രേറ്റ് ഉണ്ടാക്കാൻ ഒരു 7 പേരെ കണ്ട് ഇതിനാണ് വന്നത്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടതുകൊണ്ട് അവർ ഡോക്യുമെൻ്ററി ഉണ്ടാക്കി. അത് കഴിഞ്ഞ COP30 ബ്രസീലിലും COP28 ദുബായിലും സ്ക്രീൻ ചെയ്യുണ്ടായി. ചെറിയൊരു ഡോക്യുമെൻ്ററി ഫ്രം ദ ബ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് സാറിന് നെറ്റ്വർക്ക് കിട്ടാം. പിന്നെ ഒരു ചെവിട്ടോർമ്മ എന്ന് പറഞ്ഞൊരു നാടകം, അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് ഞങ്ങൾക്ക് ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവയർനെസ് ക്രിയേഷൻ ആണല്ലോ, അപ്പോൾ ആളുകളിലേക്ക് കലയ്ക്കാണ് എത്തിച്ചേരാൻ പറ്റുക നമുക്കറിയാമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത് ഒരു തെരുവ് നാടകം ചെയ്യാം. തെരുവ് നാടകമൊക്കെ ആയിരുന്നു ബഡ്ജറ്റുണ്ടായിരുന്നത്. അപ്പോഴാണ് മഞ്ജുള ഭാരതി പറയുന്നത്, ശ്രീജിത്ത് രമൺ എന്ന് പറഞ്ഞ ഡീൻ ഓഫ് സ്കൂൾ ഓഫ് ഡ്രാമ എൻ്റെ സുഹൃത്താണ്, ശ്രീജിത്തിനോട് നമുക്ക് സംസാരിക്കാം. ശ്രീജിത്ത് വന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, തെരുവ് നാടകം അല്ല ചെയ്യേണ്ടത്, നമുക്കൊരു റിയൽ ഡ്രാമ ചെയ്യണം. പക്ഷേ എങ്ങനെയെന്നറിയില്ല. അപ്പോൾ ശ്രീജിത്ത് പക്ഷേ അവിടെയുള്ള ആളുകളെ പലരെയും വിളിച്ചു, ഡ്രാമയിൽ താല്പര്യമുള്ളവരോട് ചോദിച്ചു, അവരോട് സംസാരിച്ചു. അങ്ങനെ ഒരു വളരെ ഓർഗാനിക്കായിട്ട് ഇവോൾവ് ചെയ്ത് വന്നൊരു നാടകം. അതിന് സ്ക്രിപ്റ്റില്ല, ഓരോ വ്യക്തിയും അയാളുടെ അനുഭവങ്ങളാണ് പറയുന്നത്. ഈ നാടകം കളിക്കുന്ന വെള്ളത്തിലാണ്, ചുറ്റും വെള്ളത്തിൽ കെട്ടിയ സ്റ്റേജിൻ്റെ ഉള്ളിലാണ് ഇവർ ഈ ഫുൾ നാടകം. കാരണം അവരുടെ ജീവിതം വെള്ളത്തിൽ ആണ്.
അപ്പോൾ അവരവരുടെ അനുഭവങ്ങളാണ് പറയുന്നത്. അത് ഭാരത് രംഗ് മഹോത്സവത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടൊരു നാടകമായി ബോംബെ ടിസ്സിലും പല വേദികളിലും കാണിക്കുകയുണ്ടായി. അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. നാടകത്തിനേക്കാൾ ഉപരി സാർ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം, ആദ്യമായിട്ട് തുരുത്തിപ്പുറത്ത് ഈ നാടകം സ്ക്രീൻ ചെയ്തപ്പോൾ അതിലുള്ളൊരു വ്യക്തിയുടെ അനുഭവം ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നൊരു അനുഭവമാണ്. അദ്ദേഹം ഒരു പെട്ടിക്കടക്കാരനാണ്. പുള്ളിക്ക് നാടകത്തിനോട് ഭയങ്കര ഭ്രാന്താണ്. ഇയാൾ 6 മണിയാകുമ്പോൾ പെട്ടിക്കടയും അടച്ച് നാടകത്തിന് പോകും. അപ്പോൾ വീട്ടുകാർക്കും ഭയങ്കര ദേഷ്യമാണ്, കാരണം ആ സമയത്താണ് അവിടെ കച്ചവടം നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നത്. പക്ഷേ ഇയാൾക്കിത് വിടാനും പറ്റുന്നില്ല. അപ്പോൾ വീട്ടിൽ ചെറിയ തരത്തിലുള്ള ഫിക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഈ നാടകം കളിച്ച ദിവസം ഇദ്ദേഹം പറയും, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓടി ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ കഥയാണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഈ നാടകത്തിൽ അഭിനയിച്ചവരൊക്കെ തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകളും അവരൊക്കെയാണ്. ഇവർ വൈകുന്നേരം റിഹേഴ്സലിന് പോകുമ്പോൾ ആളുകൾ കളിയാക്കും. നമ്മുടെ ഒരു സൊസൈറ്റിയുടെ സാധനം ഉണ്ടല്ലോ, നാടകത്തിന് പോകണം, രാത്രി പോകണം, വീട്ടിൽ വേറെ പണിയൊന്നുമില്ലേ. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് കിട്ടിയൊരു ആക്സെപ്റ്റൻസ്, സൊസൈറ്റിയിൽ കിട്ടിയൊരു ആക്സെപ്റ്റൻസ്, അതോടൊപ്പം തന്നെ പല ഗ്രൂപ്പുകളായിരുന്നു ഇവർ തുടക്കത്തിൽ. നമുക്ക് പല പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ഉണ്ടാവും, റിലീജിയസ് ഗ്രൂപ്പ് ഉണ്ടാവും, ഇവരെല്ലാം ഒന്നായി. ഗ്രേറ്റ്. അപ്പോൾ ഒരു കലാരൂപത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചേഞ്ചാണ്. അത് ഈ നാടകത്തിന് സംഭവിച്ചു. നാടകം എന്ത് കഥ പറഞ്ഞോട്ടെ, പക്ഷേ ആ നാടക സൊസൈറ്റിയിൽ ഈ പ്രശ്നം എത്ര സയൻറ്റിഫിക് റിപ്പോർട്ട് ഉണ്ടായാലും ആളുകളിൽ എത്തിക്കുന്നതിനേക്കാൾ പവർഫുള്ളായിട്ട് ചെവിട്ടോർമ്മയ്ക്ക് ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ പറ്റി. ചെവിട്ടോർമ്മ എന്നാണ്. ചെവിട്ടോർമ്മ സാറിന് അറിയോ? ചെവിട്ടോർമ്മ എന്ന് പറഞ്ഞാൽ എന്താ? മരണം കാത്തു കിടക്കുന്ന ഒരാളുടെ ഇടയിൽ ചെവിയിൽ പോയി അവസാനം പറയുന്ന ചില വാക്കുകളാണ് ചെവിട്ടോർമ്മ. ഈ പേര് പോലും അവിടെയുള്ളൊരു നാട്ടുകാരൻ കൊടുത്ത പേരാണ്, ശ്രീജിത്തല്ല, സ്ക്രിപ്റ്റില്ല. ശ്രീജിത്ത് ഇപ്പോഴും പറയും, അദ്ദേഹത്തിന് മികച്ച സംവിധായകൻ്റെ അവാർഡൊക്കെ കിട്ടിയതിന് ശേഷമാണ്. ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഞങ്ങൾ ചെയ്തൊരു സാധനം കേരള മ്യൂസിയത്തിൽ കഭൂം എന്ന് പറയുന്നൊരു എക്സിബിഷനായിരുന്നു. അത് ഇതുപോലെയുള്ളൊരു തിരിച്ചറിവ്, രാധാ ഗോമതി എന്ന് പറയുന്ന ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നല്ല ആർട്ടിസ്റ്റായിട്ടുള്ള രാധയും ഞങ്ങളും തമ്മിലുള്ള കോൺവെർസേഷൻ്റെ ഇടയിലാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ആശയം വരുന്നത്. ഞങ്ങൾ കുറേ കാലമായിട്ട് ഇതിൻ്റെ സയൻസ് പറയുന്നു, ആരും കേൾക്കുന്നില്ല, ആർക്കും മനസ്സിലാവുന്നില്ല. നമുക്ക് എങ്ങനെയാണ് കലയിലൂടെ പറയാൻ പറ്റുക? രാധയ്ക്ക് ഒരു ആശയം വരും. ഞങ്ങൾ പല തരത്തിലുള്ള കലാകാരന്മാരെ ഒരുമിച്ച് കൂട്ടുകയും അവരെ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോവുകയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ഒരു ഇമേഴ്സീവ് വർക്ക്ഷോപ്പ് ഒരാഴ്ച നടത്തുകയും ടൈഡൽ ഫ്ലഡിങ്ങിൻ്റെ സയൻസ് അവർക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവർ മനസ്സിലാക്കിയതിനെ അവരൊരു എക്സിബിഷനായിട്ട് 3 ആഴ്ച കേരള മ്യൂസിയത്തിൽ ആളുകൾ കാണിക്കുകയും ചെയ്തു. ഇതിന് വലിയൊരു ആക്സെപ്റ്റൻസ് കിട്ടി. ഒരുപാട് പേര് കാണുകയുണ്ടായി. ഒരു സാധാരണ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആളുകൾ, വേണു രാജാമണിയെ പോലുള്ള പഴയ അംബാസഡർ അദ്ദേഹം വന്നു, കുറേയധികം പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ വന്നു. അതോടൊപ്പം വന്ന ഒരാളാണ് മല്ലിക സാരാഭായ്. മല്ലിക സാരാഭായ് വളരെ ആദർശികമായിട്ട് അവിടെ വന്നു വിടുകയും ഒരു 1/2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങളിപ്പോൾ കബൂമിൻ്റെ 2ാമത്തെ വേർഷൻ ഗുജറാത്തിൽ ചെയ്യാൻ പോവുക. മല്ലിക പറഞ്ഞു, ഇതെനിക്ക് ഗുജറാത്തിൽ ചെയ്യണം. അപ്പോൾ അവിടെ കുറച്ച് വ്യത്യാസം ഉണ്ടാവാം തീം, കാരണം ഗുജറാത്തിൻ്റെ പ്രശ്നം എന്താണെന്നും കൂടി മനസ്സിലാക്കിക്കൊണ്ട്. പക്ഷെ അവിടെ കലയും ശാസ്ത്രവും എങ്ങനെ ഒത്തുപോകണം, അത് മല്ലിക സാരാഭായോട് പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം ഒരു സയൻറ്റിസ്റ്റിൻ്റെയും ആർട്ടിസ്റ്റിൻ്റെയും മകളാണല്ലോ. അപ്പോൾ അവിടെയാണ് ഇക്വിനോക്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി സോഴ്സ്ഡ് സൊല്യൂഷൻസ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഇതിലേക്ക് എത്തിച്ചേരുന്നത്. സയൻസ് മാത്രം പറഞ്ഞാൽ കാര്യമില്ല, സയൻസിന് അതിൻ്റെ റോളുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സൊസൈറ്റി എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതും കൂടി രീതിയിൽ സംസാരിക്കണം. ഭാഷ, ശാസ്ത്രജ്ഞൻ്റെ ഭാഷ വ്യത്യാസമാണെന്നൊക്കെ നമ്മൾ മനസ്സിലാവുന്ന ഇവരോടുള്ളൊരു ഇടപെടലിലൂടെയാണ്. തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഈ 3ലും ഉണ്ടായത്, അല്ലേ? തീർച്ചയായിട്ടും. കലാരൂപത്തിലൂടെയും അതല്ലാതെ നമ്മുടെ സോഷ്യൽ അവയർനെസ് ക്യാമ്പയിനിലൂടെയും നോക്കി. പക്ഷേ ഏറ്റവും എഫക്റ്റീവായത് കലാരൂപത്തിലൂടെയുള്ള നമ്മളുടെ അവരിലേക്ക് ചെല്ലാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ കലാകാരന്മാരിൽ ആരെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ?
തീർച്ചയായിട്ടും ഞങ്ങളിപ്പോഴും വീണ്ടും ചെവിട്ടോർമ്മ കിട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ കളിക്കുന്നുണ്ട്. അവരെല്ലാവരുമായിട്ടും വളരെ അടുത്ത വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട്. അവരെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവർ കേരളം വിട്ടൊരു യാത്ര നടത്തിയത് ചെവിട്ടോർമ്മയുടെ ഭാഗമായിട്ടാണ്. നാടകത്തിൽ അവരൊരു 12 പേര് ടീമാണ്. പക്ഷേ അഭിനയിക്കുന്നവർ 8-9 പേര് സ്റ്റേജിലുണ്ട്. അവർ ബോംബെയിൽ പോയി, ഡൽഹിയിൽ പോയി, ഇനി ഒരുപക്ഷെ ബാംഗ്ലൂരിൽ ഒരുപക്ഷെ ഒരു സ്ക്രീനിങ് ചാൻസ് കിട്ടിയായിരിക്കും. ഇവർ ഡെയിലി വേജ് ഏണേഴ്സാണ്. അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വരണമെങ്കിൽ അവരുടെ ശമ്പളം വേണ്ടെന്ന് വെച്ചിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ വരാൻ. അപ്പം അങ്ങനത്തെ കുറേ ചാലഞ്ചസുകളുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്ന രീതിയിൽ അവർക്ക് ഇങ്ങനെ ഒരു എക്സ്പോഷർ കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഒരു തരത്തിൽ. പിന്നെ മറ്റൊരു തരത്തിൽ ഈ വിഷയം നേരത്തെ സാറ് സൂചിപ്പിച്ച എങ്ങനെയാണ് ഇതൊരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയത് എന്ന് പ്രഖ്യാപിക്കാനിടയായത്, അതിന് ഈ കലയിൽ വലിയൊരു പങ്കുണ്ട്. പിന്നെ രണ്ടാമത് ഞങ്ങൾ പഞ്ചായത്തുകളുമായിട്ട് നിരന്തരം ഇടപഴകിയാൻ കൊണ്ട് ജില്ലാ പഞ്ചായത്തുമായിട്ട് ചേർന്നുകൊണ്ട് 2 കോൺഫറൻസ് ഓഫ് പഞ്ചായത്ത്സ് നടത്തി. ഞങ്ങളുടെ കോപ്പ് വേറെയാണ്. കോൺഫറൻസ് ഓഫ് പഞ്ചായത്ത് എങ്ങനെയാ വെച്ചാൽ ഈ വേലിയേറ്റ വെള്ളപ്പൊക്ക ബാധിതമായ പഞ്ചായത്തുകളിലെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് വിളിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും അതിനെ ഡോക്യുമെൻ്റ് ചെയ്യുകയും പഞ്ചായത്തുകളുകൊണ്ട് സംസാരിച്ചിട്ട് അവർ ഗ്രാമസഭകൾ വിളിക്കുകയും ഗ്രാമസഭകൾ ഇതൊരു ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കണമെന്ന് റെസൊല്യൂഷൻ പാസ്സാക്കുകയും ചെയ്ത് ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് ഇതൊരു ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇക്കനോക്കിന് അങ്ങനെ അവകാശപ്പെടാൻ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ നമ്മളതിൻ്റെ ഒരു കാറ്റലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയാൻ പറ്റുന്നത്. അതുപോലെ താങ്കൾ പറഞ്ഞ ആ കലണ്ടർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇപ്പോൾ അതിൻ്റെ ഫൈനൽ എഫക്ട്സ് എങ്ങനെ വരുന്നത്? ഞങ്ങൾ ഒരു തവണയാണ്, അതായത് ഒരു നവംബർ മുതൽ മെയ് വരെയുള്ള പീരീഡിലാണ് ഞങ്ങൾ ഈ ഡാറ്റ കളക്ട് ചെയ്തത്. ഓക്കെ. ആ ഡാറ്റയെ അതിൽ മുഴുവൻ ഞങ്ങൾക്ക് റിട്രൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 10,000 കലണ്ടറിൽ കുറച്ച് ഭാഗം മാത്രമേ ഞങ്ങൾക്ക് തിരിച്ചു വാങ്ങാൻ പറ്റിയിട്ടുള്ളൂ. കാരണം ഇതൊരു ഭയങ്കര ലേബർ എന്നാൽ പറയാൻ പറ്റില്ല, ഒരുപാട് എഫേർട്ട് വേണമല്ലോ. ഞങ്ങളുടെ ലിമിറ്റഡ് ആളുകളേ ഉള്ളൂ, ഫണ്ടിങ് ഞങ്ങൾക്ക് വേറെ ഇല്ല. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് മുഴുവൻ തിരിച്ച് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമുക്കൊരു മോഡൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു AIML മോഡൽ വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഒരു സൈറ്റ് എന്ന് പറയുന്നൊരു ഡിസിഷൻ സപ്പോർട്ട് ഡാഷ്ബോർഡ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സൈറ്റിൽ വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് നമുക്ക് സർക്കാരിൻ്റേതായിട്ടുള്ളൊരു ടൈഡൽ ഗേജ് ഉള്ളത്. വെല്ലിംഗ്ടൺ ഐലൻഡിലെ ടൈഡൽ ഗേജിൻ്റെ ഹൈറ്റ് ഓരോ 5 സെൻറ്റിമീറ്റർ മാറുമ്പോൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കാണാൻ ഈ സൈറ്റ് വെച്ച് സാധിക്കും. ഇത് ഞങ്ങൾക്ക് മോഡൽ ചെയ്യാൻ പറ്റിയത് ഈ പറയുന്ന റിയൽ ഗ്രൗണ്ട് ട്രൂത്ത് ഡാറ്റ ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി കറക്റ്റ് ആവണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ എലിവേഷൻ മാപ്പ് വെച്ചിട്ടാണ് പറയുക. ഒരു DEM പ്രകാരം ഒരു സ്ഥലത്തിൻ്റെ ഹൈറ്റ് ഇത്രയാണ്. പക്ഷേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള DEMൽ എറേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഒരു എലിവേഷൻ മാപ്പിലെ എറർ 50 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഈ 50 സെൻറ്റിമീറ്റർ മാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡാറ്റ ഇനാക്യുറേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആവണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ എലിവേഷൻ മാപ്പുകൾ വേണം. ഞങ്ങൾ അതിനു വേണ്ടി ഒരു ഡ്രോൺ സർവേ നടത്തി. ഭയങ്കര എക്സ്പെൻസീവാണ് ഡ്രോൺ സർവേ. ഞങ്ങൾ വളരെ ചെറിയൊരു സ്ഥലത്താണ് ചെയ്തത്. പക്ഷേ അത് നമുക്കൊരു ഒരു ബയസ് കറക്ഷൻ ആയിട്ടുള്ളൊരു ഇൻഫർമേഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഗവൺമെൻറ്റിനൊരു റെപ്രസെൻറ്റേഷനായിട്ട് കൊടുത്തിട്ട് ലെറ്റ് ദ ഗവൺമെൻറ് ടേക്ക് ആക്ച്വലി ദിസ് ഹാസ് ടു ബി ഡൺ ബൈ ദ ഗവൺമെൻറ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഞങ്ങൾ പല രീതിയിൽ അത് ശ്രമിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഞങ്ങൾ എറണാകുളം ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മറ്റേ യൂണിസെഫ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള കോസിറ്റ് ഫ്ലോസിൻ്റെ ഒരു ഡാഷ്ബോർഡ് കളക്ടറേറ്റിൽ വെക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് സപ്പോർട്ട് ചെയ്യാൻ, അതിന് സ്പോൺസർ ചെയ്യാനൊരു ആളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് അനുമതി തരണമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ലെറ്റർ കളക്ടർക്ക് കൊടുക്കുകയും കളക്ടർ വളരെ സന്തോഷത്തോടുകൂടി, കാരണം അദ്ദേഹത്തിൻ്റെ പല ഡിസിഷൻസും എളുപ്പമാക്കാൻ പറ്റുമല്ലോ, മുന്നോട്ട് പോവുകയും പക്ഷേ പിന്നീട് അത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ അപ്രൂവലിന് ചെന്നപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ IMDയുടെ അപ്രൂവൽ വെച്ചിട്ടാണോ നിങ്ങൾ ഈ ഡാറ്റ ഉപയോഗിക്കുന്നത്, നിങ്ങൾ മറ്റുള്ളവരുടെ അപ്രൂവൽ എടുത്തിട്ടുണ്ടോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും പറഞ്ഞു നിങ്ങൾക്ക് ഒരു തരത്തിലും ഈ ഇൻഫർമേഷൻ പബ്ലിക്കിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡാറ്റ വാങ്ങിയിട്ട് പബ്ലിക്കിനെ ഇൻഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നതിലൊരു കാര്യമില്ലല്ലോ സർ. അതുകൊണ്ട് ആ പ്രോജക്റ്റ് മുന്നോട്ട് പോയില്ല. പക്ഷേ ഇപ്പോഴും നമ്മൾ പഞ്ചായത്തുകൾ വഴി ഇത് ഓരോ പഞ്ചായത്തിലും ഇങ്ങനൊരു ഡാഷ്ബോർഡ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഞങ്ങളൊരു പൈലറ്റ് ചെയ്ത് ഇതൊരു
സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സിസ്റ്റമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരുടെ അധികാരങ്ങളിലേക്ക് കൈകടത്താനോ ഒന്നുമല്ല. എന്തായാലും നല്ലത് അങ്ങനെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. എനർജി ഓഡിറ്റിംഗ് 1990 മുതൽ കേരളത്തിൽ മാൻഡേറ്ററി റിപ്പോർട്ട് ചെയ്യണം. അത് സബ്മിറ്റ് ചെയ്യേണ്ട എല്ലാ ഇൻഡസ്ട്രീസിൻ്റെയും കടമയാണ്. പക്ഷേ പലയിടത്തും അത് ഇംപ്ലിമെൻ്റ് ആകുന്നില്ല എന്നാണ് കണ്ടിട്ടുള്ളത്. PhDയിൽ ഈ പസിൽ എക്സ്പ്ലോർ ചെയ്തതായിട്ട് ഞാൻ കണ്ടു. കേരളം പലപ്പോഴും പലതിനും മാതൃകയാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് 1990 ഒരു സർക്കാർ ഉത്തരവിറങ്ങുന്നത് എല്ലാ ഇൻഡസ്ട്രികളും മാൻഡേറ്ററി ഓഡിറ്റ് ചെയ്യണമെന്ന്. അന്ന് ഓഡിറ്റിംഗ് അത്ര കാര്യമായി മറ്റുള്ളവർ ഏറ്റെടുക്കുന്ന സമയമായിരുന്നില്ല. അതിന് ഒരു പ്രധാന കാര്യം എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഡയറക്ടറായിരുന്ന പ്രൊഫസർ VK ദാമോദരൻ്റെയൊക്കെ ഒരു ഇനീഷ്യേറ്റീവുകളിലാണ് അതങ്ങനെ വരുന്നതും. പക്ഷേ അന്ന് ഈ ഓഡിറ്റിങ്ങുകൾ ചെയ്യും, അത് റിവ്യൂ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം അപ്പോഴും കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ഇത്തരം സാധനങ്ങൾക്ക് പാറ്റ് എന്ന് പറയുന്ന സ്കീം കൊണ്ടുവരുന്നതും ഡെസിഗ്നേറ്റഡ് കൺസ്യൂമേഴ്സിനെ മാൻഡേറ്ററി ഓഡിറ്റ് ആക്കുന്നതും. പക്ഷേ അതൊക്കെ വലിയ ഇൻഡസ്ട്രീസിനാണ്. വലിയ ഹൈ എനർജി കൺസ്യൂമിംഗ് ആയിട്ടുള്ള പെട്രോളിയം ഉണ്ടായിരുന്നില്ല ആദ്യം, അലുമിനിയം അല്ലെങ്കിൽ സിമൻറ്റ്, സ്റ്റീൽ പോലുള്ള ആദ്യം ഒരു 7 ഇൻഡസ്ട്രീസിനെ ഡെസിഗ്നേറ്റഡ് കൺസ്യൂമേഴ്സ് ആക്കി, പിന്നീട് അത് 11 കൂട്ടി. അങ്ങനെ വലിയ ഇൻഡസ്ട്രീസിന് ആ സ്കീം ഉണ്ടെങ്കിലും ചെറിയ ലെവലിലുള്ള MSME സെക്ടറിലേക്കുള്ള ഇൻഡസ്ട്രികൾക്ക് ഇപ്പോഴും അങ്ങനത്തെ ഒരു ഇവാലുവേഷൻ സ്കീമുകൾ പൊതുവേ ഇല്ല. ഞാൻ PCRAയിൽ വന്നിട്ടുള്ള ഞാൻ സാറിനോട് പറയുന്നുണ്ടായല്ലോ, സാങ്കേതികമായിട്ട് ഒരുപാട് അറിവുകൾ എനർജി ഓഡിറ്റിങ്ങിലേക്ക് വന്നപ്പോഴാണ് വാസ്തവത്തിൽ ഞാൻ ഈ സ്റ്റോക്കിയോമെട്രിക് ഇക്വേഷനൊക്കെ എന്താണെന്ന് മനസ്സിലാവണം. കെമിക്കൽ എഞ്ചിനീയേഴ്സിന് എന്താണ് കാലോറിഫിക് വാല്യൂ എന്ന് വെച്ചാൽ പോലും അറിയാത്ത, കാരണം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണല്ലോ, ഒന്നും അറിയണ്ടല്ലോ. അതേപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ കറങ്ങും. മോട്ടറിൻ്റെ അപ്പുറത്ത് ഫാനാണോ കംപ്രസറാണോ പമ്പാണോ എന്നൊന്നും എനിക്ക് അന്വേഷിക്കേണ്ട സമയം അങ്ങനെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. PCRAയിൽ വന്നപ്പോൾ എനിക്കത് മുഴുവൻ മാറ്റേണ്ടി വന്നു. കാരണം ഒരു വസ്തുവിൻ്റെ എനർജി എന്ന് പറയുന്ന ആ സിസ്റ്റം എഫിഷ്യൻസിയാണ്, ഒരു എക്യുപ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി അല്ല. അങ്ങനെയാണ് ഞാൻ ബോയിലറും ഫർണസുകളെക്കുറിച്ചും കുറച്ചൊക്കെ ധാരണ ഉണ്ടാക്കുകയും എക്സസൈർ എന്താണെന്നൊക്കെ മനസ്സിലാവുന്നതൊക്കെ നിങ്ങളുടെ കെമിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ മേഖലയിലേക്കൊക്കെ ചെറിയ രീതിയിൽ കൈകടത്തിയതും ഒക്കെ അപ്പോഴാണ്. PCRAയിൽ ഓഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളൊരു പ്രിലിമിനറി ഓഡിറ്റാണ് ചെയ്യാം. 3 ദിവസം 4 ദിവസം വെച്ചിട്ടുള്ള ചെറിയ ഓഡിറ്റ് ചെയ്യും, റിപ്പോർട്ടുകൾ കൊടുക്കും. ഞങ്ങൾക്കൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. എവറി 6 months ഓഡിറ്റ് ചെയ്ത സ്ഥലത്ത് പോയിട്ട് ചോദിക്കണം എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത്. അതൊരു ഫങ്ഷണലായിട്ട് ഇങ്ങനെ നടക്കും. അപ്പോഴേ എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, നമ്മൾ ഈ റിപ്പോർട്ട് കൊടുക്കുക എന്നല്ലാതെ ഇതൊന്നും പലരും ചെയ്യാറില്ല, അത് എന്തുകൊണ്ട്? അത് താങ്കളുടെ PhD ഈ പസിലിനെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചതായിട്ട് ഞാൻ വായിച്ചു. അതായത് ഡോക്ടർ ലോറൻസ് ബെർക്ക്ലിയിലാണ് താങ്കൾ PhD ചെയ്തത് അല്ലേ? അതിൻ്റെ ഒരു പാർട്ടായിരുന്നു അത്. ഫുൾ ബ്രൈറ്റ് കലാം ക്ലൈമറ്റ് ചേഞ്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫെലോഷിപ്പ് എനിക്ക് കിട്ടി. അതിൽ വാട്ട് വാസ് ദി മോസ്റ്റ് സർപ്രൈസിങ് ഡിസ്കവറി ഇൻ ദാറ്റ്? ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഡിസ്കവറി, പലപ്പോഴും നമ്മൾ ധരിക്കുക ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതിൻ്റെ പിന്നിൽ എക്കണോമിക് റീസൺ ആയിരിക്കും അല്ലെങ്കിൽ ടെക്നിക്കൽ റീസൺ ആയിരിക്കും എന്നുള്ളതായിരിക്കും. പൊതുവേ എല്ലാവരും പറഞ്ഞത് അത് എക്കണോമിക്കലി ഫീസിബിൾ അല്ല, ടെക്നിക്കലി വയബിൾ അല്ല. പക്ഷേ ഞാൻ അന്ന് ലോറൻസ് ബെർക്ക്ലി നാഷണൽ ലാബിൽ ഉണ്ടായിരുന്ന സമയത്ത് അമേരിക്കയിൽ അവിടെ ഒരു IAC സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, അവിടെയുള്ള SME സെക്ടറിലുള്ള എല്ലാ ഓഡിറ്റുകളുടെയും ഡേറ്റ ഗ്യാദർ ചെയ്യുകയും പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ളൊരു പോർട്ടലിൽ ആർക്ക് വേണമെങ്കിലും കാണാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുകയും ചെയ്യും. 1980 മുതൽ 2026 വരെയുള്ള ഡേറ്റയുണ്ട്. നമുക്കില്ലാത്തത് അതാണ്. നമുക്ക് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയൊരു പോരായ്മ അതാണ്, നമുക്ക് അങ്ങനത്തെ ഡാറ്റ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഓരോ ഇൻഡസ്ട്രിയിലും ആരാണ് ഓഡിറ്റ് ചെയ്തത്, എന്താണ് റെക്കമെൻഡേഷൻ, അതിലെന്തെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തു, എത്ര സേവിങ് ഉണ്ടായി എന്നുള്ള കണക്ക് അവിടെയുണ്ട്. പക്ഷെ അതിലൊരു മിസ്സിങ് ഫാക്ടർ എന്താ വെച്ചാൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതിൻ്റെ റീസൺസ് പബ്ലിക്കലി അവൈലബിൾ അല്ല. അതിന് അവരുടേതായ റീസൺസ് ഉണ്ട്. ഇത് കണ്ടെത്താൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ അതിൻ്റെ കുറേയും കൂടി ആഴത്തിലേക്ക് പോവുകയും അവിടെയുള്ള സാൻ ഫ്രാൻസിസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായിട്ട് സംസാരിക്കുകയും 64 ഇൻഡസ്ട്രികളുടെ ഈ റിപ്പോർട്ട് അവർ കളക്ട് ചെയ്യുന്നുണ്ട്, വൈ നോട്ട് ഇംപ്ലിമെൻറ്റഡ് എന്നുള്ളത്. പക്ഷേ പബ്ലിക്കലി അവൈലബിൾ അല്ല. അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ പറഞ്ഞ ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള ഫാക്ടർ കണ്ടത്. ബിഹേവിയർ was contributing to more than 15% of the non-implementation, behavior with the people. ഇത് വലിയൊരു തിരിച്ചറിവും കൂടിയായിരുന്നു. കാരണം നമ്മളുടെ പല പോളിസീസും ബിഹേവിയർലി ഇൻഫോംഡ് അല്ല.
ഞാൻ എൻ്റെ PhD തുടങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ അറിഞ്ഞോ അറിയാതെ എഴുതി വെച്ചൊരു വരിയുണ്ട്, പോൾ സി സ്റ്റേണിൻ്റെ. ദ മോസ്റ്റ് പ്ലോസിബിൾ റീസൺ ഫോർ ഫെയിലിയർ ഓഫ് അവർ പോളിസീസ് ആർ വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ. ദേ ഡോണ്ട് ട്രസ്റ്റ് യു, ദേ ഡോണ്ട് ബിലീവ് യു. പീപ്പിൾ അവരെ ജനങ്ങളെ മനസ്സിലാക്കാതെയോ അവർ നിങ്ങൾ പോളിസി ഉണ്ടാക്കിയാൽ അത് ഫെയിൽ ചെയ്യുമെന്ന് പറഞ്ഞ സാധനം ഒരു കൊട്ടേഷനായിട്ട് ഞാൻ എൻ്റെ ഇതിൽ കൊടുത്തിരുന്നു. ഇത് അതിനൊരു റീഇൻഫോഴ്സിങ് ഫാക്ടറായിട്ട് വന്നു. അപ്പോഴാണ് ഞാൻ കുറേ കൂടി ഡീപ്പറായിട്ട് ഇതിലേക്ക് പോകാൻ തീരുമാനിക്കുകയും. So behavior pattern is one of the important thing. അങ്ങനെ ഞാൻ അവിടെ 9 മാസം ഞാൻ ലോറൻസ് ബെർക്ക്ലിയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ തിരിച്ച് വന്നിട്ട് നേരത്തെ പറഞ്ഞ സീം, എൻ്റെ ഒരു തെറ്റിദ്ധാരണയോ അഹങ്കാരമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീം പോലുള്ള സംഘടനയുടെ ഭാഗമാണ് ഞാൻ. ഇന്ത്യയിൽ അങ്ങോളമുള്ള എല്ലാ എനർജി പല ഓഡിറ്റേഴ്സിനെ എനിക്കറിയാം. അതുകൊണ്ട് ഓഡിറ്റുകൾ നടപ്പാക്കാതെ വന്നാൽ അതിൻ്റെ കാരണം എന്താണെന്ന് വളരെ എളുപ്പത്തിൽ ചോദിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് എൻ്റെ PhD തീസിസുമായിട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ ഞാൻ ധരിച്ചിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി ഇംപ്ലിമെൻ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ ആരും പറയില്ല. പറഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും പൂർണ്ണമായിട്ടും സത്യമാവില്ല എന്നുള്ളത്. അതിനൊരു കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. നിങ്ങൾക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ടോ എന്നുള്ള അടുത്ത ചോദ്യം ഉണ്ടാവും. ഇപ്പോൾ പലരും എന്താ പറയുക, ഇപ്പോൾ ഒരു റെക്കമെൻഡേഷൻ തന്നു, എന്തുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല വെച്ചാൽ സാർ അത് ഫ്യൂച്ചർ പ്ലാനാണെന്ന് പറയും. കറക്റ്റ്. ഞാൻ തിരിച്ചവിടെ പോയില്ല എന്ന് അവർക്കറിയാം. അതെ, ഇതൊരു വലിയൊരു ചാലഞ്ചായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു കേസ് സ്റ്റഡി ബേസിസിൽ 4-5 ഇൻഡസ്ട്രികളിൽ പോവുകയും അവിടെ കൊടുത്ത എനർജി ഓഡിറ്റ് റിപ്പോർട്ട് വെച്ചിട്ട് അവിടെയുള്ള ആളുകളോട് സംസാരിക്കുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുകയും പല തരത്തിലുള്ള മീറ്റിങ്ങുകൾ നടത്തുകയും അവസാനം ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ ഞാൻ ചെല്ലുമ്പോൾ 18 റെക്കമെൻഡേഷനിൽ 3 എണ്ണമാണ് അവരാദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. ചെയ്തിട്ടില്ല, അവർ ആ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. ഞാൻ ചെല്ലുന്നത് വരെ 6 മാസം കഴിഞ്ഞ് ഓഡിറ്റ് ചെയ്തിട്ട് ഞാൻ ചെല്ലുമ്പോഴാണ് അവർ റിപ്പോർട്ട് എടുത്ത് വായിക്കുന്നത്. സംസാരിച്ച പോലും 3 എണ്ണം മറ്റേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പല റൗണ്ട് ഓഫ് ഡിസ്കഷൻ വിത്തിൻ ദ ഗ്രൂപ്പ്, അവരുടെ തന്നെ ഗ്രൂപ്പുകളിൽ, പിന്നെ ചെയർമാൻ അടക്കമുള്ള ഫോക്കസ് ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ, മറ്റ് എനർജി ഓഡിറ്റേഴ്സുമായിട്ടിരുന്ന ഗ്രൂപ്പുകൾ എന്ന് സംസാരിച്ച് അവസാനത്തെ ഘട്ടത്തിൽ ഇതിപ്പോൾ 18-ൽ 15 ഇംപ്ലിമെൻ്റ് ചെയ്യാനായി. അവിടെ വേറൊന്നും ഒരു റെക്കമെൻഡേഷനും മാറിയിട്ടില്ല. ആ ഡീൽ ചെയ്യുന്ന അവരുടെ ഒരു അവരെങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, അവരുടെ ചിന്തകൾ എങ്ങനെയാണ്, അതിൽ അവർക്ക് നാച്ചുറലായിട്ട് അവർക്ക് പല സംശയങ്ങളുണ്ടാവാം. അത് അഡ്രസ്സ് ചെയ്താൽ അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അങ്ങനെ അതിലേക്ക് നമ്മുടെ ഒരു കൃത്യമായിട്ടൊരു ബിഹേവിയർ ഇൻ്റർവെൻഷൻസ് ചെയ്താൽ നമ്മുടെ ഇംപ്ലിമെൻറ്റേഷൻ റേറ്റ് കൂട്ടാൻ പറ്റും എന്നുള്ള രീതിയിലുള്ളൊരു പഠനമായിരുന്നു ഞാൻ എൻ്റെ PhDയുടെ ഭാഗമായിട്ട് ചെയ്തത്. സോ ലോറൻസ് ബെർക്ക്ലി കാലിഫോർണിയയിലും ഇന്ത്യയിൽ നമ്മളിപ്പോൾ റൈറ്റ് നൗ അഡോപ്റ്റ് ചെയ്യാവുന്ന മോസ്റ്റ് പവർഫുൾ ലെസൺ എന്താണ്? ബെർക്ക്ലിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഏത് 10-20 നോബൽ ലോറൈറ്റ്സ് ഉള്ള സ്ഥാപനമാണത്. നിങ്ങൾക്ക് ആരെ കാണണമെങ്കിലും അവരോട് സംസാരിക്കണമെങ്കിലും നിങ്ങൾ അവരുടെ കലണ്ടറിൽ പോയിട്ടൊന്ന് ഷെഡ്യൂൾ ചെയ്ത് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഐ വോണ്ട് ടു സ്പീക്ക് ടു യു എന്ന് പറഞ്ഞിട്ടൊരു കലണ്ടർ ഷെഡ്യൂൾ ചെയ്താൽ അവർ നിങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് തരും. ഒരു സംശയമില്ലാതെ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം. അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം, അവിടുത്തെ ഒരു വളരെ സീനിയറായിട്ടുള്ളൊരു സയൻറ്റിസ്റ്റിനോട് ഞാൻ ഒരിക്കൽ അപ്പോയിൻമെൻറ്റ് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോറിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് എന്നോട് പറഞ്ഞു, വളരെ അപ്പോളജറ്റിക്കലായിട്ട് പറഞ്ഞു, ഐ എം വെരി സോറി, ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു മീറ്റിംഗ് എനിക്ക് ഇന്ന് വന്നു, അതുകൊണ്ട് ഈ അപ്പോയിൻമെൻ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യണം. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്കൊരു പെൻ ഡ്രൈവ് തന്നു. എൻ്റെ PhD തീസിസിൻ്റെ സോഫ്റ്റ് കോപ്പിയും ഞാൻ റെഫർ ചെയ്ത 500ഓളം ഡോക്യുമെൻസിൻ്റെയും സാധനം ഇതിനകത്തുണ്ട്. യു ഗോ ആൻഡ് ഡൗൺലോഡ് ദിസ്. നിങ്ങളിത് ചെയ്യാൻ ഇനി സമയം കളയണ്ട, ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു. ഒരു PhD തീസിസിൻ്റെ സോഫ്റ്റ് കോപ്പി കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് ധൈര്യം ഉണ്ടാവും? ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് അവിടുന്ന് പഠിച്ചിട്ട് എവ്രിബഡി വാസ് ഓപ്പൺ. സ്കൂളിൻ്റെ ടോപ്പ് ലെവലിലുള്ള ആളുകൾ, ലൂക്കാസ് ഡേവിസ് എന്നൊക്കെ പറയുന്നത്, അദ്ദേഹത്തിന് ഞാനൊരു ചായ ഷോപ്പിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ദേ വർ നെവർ റിലക്റ്റൻറ്റ് ടു ടോക്ക് ടു പീപ്പിൾ. അവിടെയും ലോറൻസ് ബെർക്ക്ലി എന്ന് പറയുന്ന ലോകത്തിൽ അറിയപ്പെടുന്നൊരു സ്ഥാപനമാണല്ലോ. അവിടെ ഞാനൊരു പ്രസൻറ്റേഷൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഇൻഡസ്ട്രിയൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണ്. എനിക്ക് ഈ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അക്കാഡമിക് പേപ്പേഴ്സൊന്നും പലപ്പോഴും വായിച്ചാൽ എൻ്റെ തലയിൽ കയറില്ല. അപ്പോൾ ഞാനിത് എൻ്റെ ഒരു അനുഭവം എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവിടെയുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ
സംസാരിക്കുന്ന ആരോടാണ് നിങ്ങൾക്ക് ബോധ്യം വേണം. കാരണം ഇത്തരം പേപ്പറുകൾ ദിവസം ഒന്ന് വെച്ച് എഴുതുന്ന ആളുകളോടായിരിക്കും. അതുകൊണ്ട് ബി കെയർഫുൾ വെൻ യു ആർ ഗോയിങ് ടു മേക്ക് ദിസ് പ്രസൻറ്റേഷൻ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഒരു തീസിസ്, എന്തുകൊണ്ട് ഒരുപാട് കെമിക്കൽ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള സാധനങ്ങളൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ഞാൻ എൻ്റെ കഥകളിലൂടെയൊക്കെ പറഞ്ഞു. എനിക്ക് നല്ലൊരു അപ്രീസിയേഷൻ കിട്ടി. ആളുകളത് വളരെ പോസിറ്റീവായിട്ട് വന്നിട്ട് ഞങ്ങൾക്കിപ്പോഴാണ് ഇങ്ങനൊരു തിരിച്ചറിവുണ്ടാവുന്നത്. കാരണം വായിക്കുന്നവനും കൂടി വേണ്ടിയിട്ടാണല്ലോ ഇത് എഴുതേണ്ടതെന്നുള്ള മട്ടിലൊക്കെ എനിക്ക് ചില കമൻസൊക്കെ കിട്ടി. അതാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൊരു വലിയൊരു ലെസൺ ടു ലേൺ. പിന്നെ അവിടെ തന്നെ കാലിഫോർണിയ ഇപ്പോൾ അറിയപ്പെടുന്ന എനർജി അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ രീതിയിൽ ലോകത്തിൽ തന്നെ പല മാതൃകാപരമായ മാറ്റങ്ങളും നടത്തിയിട്ടുള്ള സ്ഥലവും കൂടിയാണല്ലോ. AC ഇപ്പം വളരെയധികം ഉപയോഗിക്കുന്നു. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നു, കാർ ഉപയോഗിക്കുന്നു. അവരുടെ ഡെയിലി ലൈഫ്, ക്ലൈമറ്റ് ചേഞ്ച്, എനർജി യൂസ്, ഇവർക്ക് ഒരു കണക്ഷൻ ഫീൽ ആകുന്നില്ല. ആ ഇൻവിസിബിൾ ലിങ്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എനിക്കും ഈ ബന്ധം ബോധ്യമായത് PCRAയിൽ വന്ന് പല സെക്ടറിൽ PCRAയ്ക്ക് ഗാർഹിക മേഖലയിൽ ഊർജ്ജ സംരക്ഷണം, ഗതാഗത മേഖലയിൽ ഊർജ്ജ സംരക്ഷണം, കാർഷിക മേഖലയിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് കുറേയധികം ചെറിയ ചെറിയ ടിപ്പുകളുണ്ട്. വളരെ ചെറിയ കാര്യങ്ങൾ, അടുപ്പത്ത് വയ്ക്കുന്ന പാത്രത്തിനെ കുറിച്ചിട്ട്, തീനാളങ്ങളെ കുറിച്ചിട്ട്. പക്ഷെ അവിടെയൊക്കെ ആ കണക്ഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ധനം സംരക്ഷിക്കൂ എന്നുള്ള രീതിയിലുള്ള ഒരു ബന്ധം കൂടി പറഞ്ഞുകൊണ്ടാണ് PCRA പറഞ്ഞത്. ഇന്ന് അതിൻ്റെ ഒരു അടുത്ത ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ധനം ഊർജ്ജം സംരക്ഷിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുള്ളൊരു സമയത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അന്ന് എനിക്കും ആ ധാരണയില്ലായിരുന്നു, ഒരു സമൂഹത്തിനും കാര്യമായിട്ടില്ലായിരുന്നു. കാരണം ഇന്ന് നമുക്കറിയാം നാം നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രധാന കാരണക്കാരൻ മനുഷ്യനാണെന്ന്. IPCC 6th അസസ്മെൻറ്റ് റിപ്പോർട്ടോടുകൂടിയാണ് അത് അടിവരായിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ആന്ത്രോപോജനിക് എന്നുള്ളത്, ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആണ് എന്നുള്ളത്. അതുവരെ നമുക്ക് സംശയങ്ങളുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ നമുക്ക് സംശയമൊന്നുമില്ല. 73% ഹരിതഗൃഹവാതകങ്ങളും ഗ്രീൻ ഹൗസ് ഗ്യാസുകളും ഉണ്ടാക്കുന്നത് മനുഷ്യൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പം മനുഷ്യനെ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ. മനുഷ്യൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾ പരിഹരിക്കാതെ കാലാവസ്ഥാ മാറ്റത്തിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് എവിടുന്ന് തുടങ്ങണം? അത് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. വീട്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ എവിടെയാണ് ഞാൻ പല ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നമ്മുടെ വീട്ടിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കുന്നത്? ഊർജ്ജത്തിൻ്റെ ഡെഫിനേഷൻ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡെഫിനേഷൻ, കപ്പാസിറ്റി ടു ഡൂ ദ വർക്ക്. അപ്പോൾ എന്ത് ജോലി ചെയ്യാനാണ് കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കുന്നത്? ഇപ്പോൾ പല തരത്തിലുള്ള ഉത്തരങ്ങൾ വരും. പലപ്പോഴും അത് നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക് ഉപകരണത്തിൻ്റെ ആയിരിക്കും. AC-ന്നോ റെഫ്രിജറേറ്ററിന്നോ ഫ്രിഡ്ജെന്നോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ എന്നൊക്കെ ആയിരിക്കും ആളുകൾ പറയാം. ഞാൻ പറഞ്ഞു നമുക്കങ്ങനെ വെറുതെ പറയാൻ പറ്റില്ല. യു ഷുഡ് ഹാവ് സം കണക്കുകളുണ്ടാവും. എന്തൊക്കെ ഊർജ്ജമാണ് ഉപയോഗിക്കുന്നത്? പാചകം ചെയ്യാൻ LPG ഉപയോഗിക്കും. ബാക്കി എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കാൻ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്ര ചെയ്യാൻ. ഒരു സാറിൻ്റെ വീട്ടിലെ കണക്കുകൾ എടുത്ത് നോക്കിയാലും ഒരു മാസം ഒരു LPG സിലിണ്ടർ ഒരു മാസം നിൽക്കും. LPG 14.2 kg, 1,42,000 കിലോ കാലറി അല്ലേ കെമിക്കലി പറയുമ്പോൾ. ഒരു 150 യൂണിറ്റ് വൈദ്യുതി എന്ന് പറഞ്ഞാൽ, ഒരു യൂണിറ്റ് വൈദ്യുതി എന്ന് പറഞ്ഞാൽ 860 കിലോ കാലറി ആണെങ്കിൽ ഏകദേശം ഒരു 1,60,000-70,000 കിലോ കാലറി വരുമായിരിക്കും. അപ്പോൾ എല്ലാ ഉപകരണങ്ങളുടെയും വൈദ്യുതി കൂട്ടിക്കഴിഞ്ഞാൽ പാചകത്തിന് വേണ്ടതിനേക്കാൾ കുറച്ചും കൂടി ഊർജ്ജം വേണം. പക്ഷേ 30 ലിറ്റർ പെട്രോളോ ഡീസലോ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏകദേശം 2.5 ലക്ഷം കിലോ കാലറിക്ക് എടുത്ത് വരില്ലേ? അതെ. അപ്പോൾ ഈ തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കുന്നത് പലപ്പോഴും യാത്രകൾക്ക് വേണ്ടിയായിരിക്കും. ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നതോ 30 ലിറ്റർ പെട്രോളിന് 3000 കൂടുതൽ രൂപയായി. ഒരു സിലിണ്ടർ LPGക്ക് ഇപ്പോഴും ഈ വില കൂടിയ സമയത്ത് പോലും 1000 രൂപയേ ഉള്ളൂ. 150 യൂണിറ്റ് വൈദ്യുതിക്കും അത്രേ വരുള്ളൂ. So transport is the biggest energy expenditure and also money also. അപ്പോൾ എവിടെയാണ് തുടങ്ങേണ്ടത്? ഇങ്ങനെയാണെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ അവിടെയാണ് PCRAയുടെ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഡ്രൈവിംഗ് രീതികൾ. നമ്മൾ പലരും ഡ്രൈവർമാരാണ്, പക്ഷെ നമുക്ക് നല്ല ഡ്രൈവിംഗ് അറിയില്ല എന്നുള്ളതാണ്. നമ്മളെ പഠിപ്പിക്കുന്നില്ല, നമ്മളെവിടെയും പഠിക്കുന്നുമില്ല. ഞങ്ങൾ PCRAയ്ക്ക് വേണ്ടിയിട്ട് KSRTC ഡ്രൈവർമാർക്ക് 3 ദിവസത്തെ ട്രെയിനിങ് നടത്തും. ആദ്യത്തെ ദിവസം അവർ ഒരു ഗ്രാജുവേറ്റഡ് ഡീസൽ ടാങ്ക് ഉണ്ട്, നോർമൽ ടാങ്ക് നല്ല എടുക്കുക, 15 കിലോമീറ്റർ എല്ലാവരും വണ്ടി ഓടിക്കും. ഓരോരുത്തരുടെയും
ഫ്യൂവൽ കൺസംഷൻ നോട്ട് ചെയ്യും. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് അവരോട് കമ്പയർ ചെയ്യാൻ പറയും. മാറുന്നത് ഡ്രൈവർ മാത്രമാണ്, ബസ് മാറില്ല, റൂട്ട് മാറില്ല. ഈ വ്യത്യാസം വരുമ്പോൾ തന്നെ ഡ്രൈവിങ്ങിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അവർ മനസ്സിലാക്കും. രണ്ടാമത്തെ ദിവസം അവർക്കൊരു 1 ഡേ ബെറ്റർ ഡ്രൈവിംഗ് ഹാബിറ്റ്സിൻ്റെ ക്ലാസ്സാണ്. മൂന്നാമത്തെ ദിവസം പഠിച്ച പാഠങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറയും. 20 to 40% ഡിഫറൻസ് ഫ്യൂവലിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ക്ലച്ച് മര്യാദയ്ക്ക് ഉപയോഗിക്കുക, ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് മാറ്റുക, കൃത്യമായിട്ട് ഗിയർ ചേഞ്ച് ചെയ്യുക, കൃത്യമായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇന്ധനം സംരക്ഷിക്കാൻ പറ്റും. അത് അപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് രീതികളിലുള്ള മാറ്റങ്ങൾ, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം, ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളുടെ കോൺട്രിബ്യൂഷൻസ്. ഞാൻ എന്തിന് ബസ്സിന് പോകണം, ഞാൻ എന്തിന് മെട്രോയിൽ യാത്ര ചെയ്യണം, ഞാൻ എന്തിന് ട്രെയിനിൽ യാത്ര ചെയ്യണം എന്നുള്ളതിന് എനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുന്നത് ഞാൻ അതുകൊണ്ട് സമൂഹത്തിലേക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുമ്പോഴാണ്. അതാണ് ഈ ഊർജ്ജത്തിനെ വീടുകളിൽ നിന്ന് തുടങ്ങും. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവാൻ തുടങ്ങിയാൽ നമ്മൾ പല രീതിയിലും നമ്മുടെ പല കാര്യങ്ങളും മാറ്റിവെക്കും, അല്ലെങ്കിൽ ബെറ്ററാക്കാൻ ശ്രമിക്കും. മാറ്റിവെക്കുന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പ്രവൃത്തികൾ കുറേയും കൂടി നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ലൈറ്റ് ഓഫ് ചെയ്യാൻ, ഫാൻ ഓഫ് ചെയ്യാൻ പറയുന്നത് മാത്രമല്ല ഊർജ്ജ സംരക്ഷണം. സാറ് നേരത്തെ സൂചിപ്പിച്ചല്ലോ എയർ കണ്ടീഷണർ. എയർ കണ്ടീഷണറിൻ്റെ സെറ്റിംഗ് 1 ഡിഗ്രി മാറ്റിയാൽ 6% ഊർജ്ജമാണ് നഷ്ടപ്പെടുന്നത്. 24 എന്നുള്ളത് 23 ആക്കിയാൽ 6% ഇന്ധനം നഷ്ടപ്പെടും. പലരും 16 17 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് സെറ്റ് ചെയ്യുന്നത്. അവർക്കറിയില്ല ഇതൊരിക്കലും 16 ഡിഗ്രി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാരണം പുറത്തുള്ള ടെമ്പറേച്ചറും അകത്തുള്ള ടെമ്പറേച്ചറും തമ്മിലുള്ളൊരു ഡെൽറ്റയിലാണ് ഇത് പ്രവർത്തിക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ക്രമീകരിക്കാം. ഇപ്പോൾ കൂടുതൽ ആളുകൾ സോളാർ ഇതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ രസകരമായൊരു അനുഭവം കൂടി എന്നോട് പറയാം. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, സാറിനൊക്കെ അറിയാവുന്ന റിഫൈനറിയിലുണ്ടായിരുന്ന സുഹൃത്ത് ഒരു ദിവസം എന്നോട് പറഞ്ഞു, എനിക്കൊരു സോളാർ റൂഫ് ടോപ്പ് വെച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഒരു 2-3 ലക്ഷം രൂപയൊക്കെ മുടക്കാൻ കയ്യിൽ പൈസ ഉണ്ട്, ഞാൻ വെക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വെച്ചോളൂ. പക്ഷേ 3 ലക്ഷം രൂപ മുടക്കിയാൽ ഞാൻ മാസം 1000 രൂപയാണ് ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്നത്. എത്ര കൊല്ലം കൊണ്ട് പേ ബാക്ക് കിട്ടും? ഒരു 10,000 രൂപ ഒരു വർഷം 3 ലക്ഷം ആവണമെങ്കിൽ അത്രയും സമയം വേണ്ടേ? അപ്പം ഞാൻ വളരെ തമാശയ്ക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ മകളുടെ കല്യാണം കഴിഞ്ഞ മാസം കഴിഞ്ഞല്ലോ, നിങ്ങളുടെ ടോയ്ലറ്റ് റിനോവേറ്റ് ചെയ്യാൻ എത്ര പൈസ ചിലവാക്കി? അപ്പം ഒരു ടോയ്ലറ്റിന് ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് മുടക്കം വന്നു. എത്ര തവണ കുളിച്ചാൽ പൈസ തിരിച്ച് കിട്ടും? പേ ബാക്ക്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, കൂടുതലൊന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇത്ര ടൺ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറച്ചു. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റ് ഇലക്ട്രിസിറ്റിക്കും ഏകദേശം ഒരു 820 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ആണ് നമ്മൾ കാർബൺ ഫുട് പ്രിൻ്റ് ആയിട്ട് പറയുന്നത്. സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയാൽ അതൊരു 20 യൂണിറ്റേ ഉണ്ടാവുള്ളൂ. 800 യൂണിറ്റ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഒരു ദിവസം 3 കിലോ വാട്ടിൻ്റെ ഒരു സോളാർ വെച്ച് കഴിഞ്ഞാൽ 12 മുതൽ 15 യൂണിറ്റ് വരെ ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ 3 മാസം കൊണ്ട് നമുക്ക് ചിലപ്പോൾ വളരെ ഭീകരമായി. പുള്ളി പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇതാണ് നമുക്കുണ്ടാവേണ്ട ഒരു മാറ്റം. എല്ലാം നമുക്ക് പേ ബാക്ക് വെച്ചിട്ടൊന്നും കണക്കാക്കാൻ പറ്റാം. കറക്റ്റ്. ഊർജായനം താങ്കൾ ഒരു 2 മാസം കൊണ്ടാണ് എഴുതി തീർത്തത്. അതൊരു നിർബന്ധത്തിൻ്റെ പുറത്ത് എന്ന് വേണമെങ്കിൽ പറയാം. എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ മലയാള ഭാഷ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശാസ്ത്ര പുസ്തകങ്ങൾ മലയാളത്തിൽ എഴുതാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടൊരു കോൾ ഫോർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടർ ഹരികുമാർ എൻ്റെ സുഹൃത്തും കൂടി ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. മലയാളത്തിൽ ഊർജ്ജത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതണം. പക്ഷേ അവരന്ന് എന്നോട് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് പറയുന്നത്, വരുന്ന ഡിസംബർ 14-ാം തീയതി, അതായത് നാഷണൽ എനർജി കൺസർവേഷൻ ഡേക്ക് റിലീസ് ചെയ്യാൻ പാകത്തിന് നമുക്ക് 2 മാസം കൊണ്ട് ഈ പുസ്തകം എഴുതാം എന്നുള്ളൊരു ധാരണാപത്രമൊക്കെ ഒപ്പിട്ടിട്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതാൻ തുടങ്ങുന്നത്. കോവിഡ് സമയമായിരുന്നു. അപ്പോൾ വേറെ പുറത്തേക്കൊന്നും പോകാനില്ലാത്തതുകൊണ്ട്. പക്ഷേ അത് എഴുതി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ, പക്ഷേ മലയാളത്തിൽ തന്നെ വേണം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ വാക്കുകൾ കഴിയുന്നതും ശാസ്ത്ര പദങ്ങൾ കൂടി മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പരിമിതികൾ പലപ്പോഴും തിരിച്ചറിയുന്നത്. പല കാര്യങ്ങൾക്കും മലയാളം വാക്കുകൾ അറിയില്ല. പാടാണ്. ഇപ്പം എൻട്രോപ്പിക്ക് ഒരു മലയാളം വാക്കില്ലല്ലോ. അപ്പോൾ എൻട്രോപ്പിയിൽ തന്നെ ഉപയോഗിക്കാം.
പക്ഷേ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ എന്നാലും ഞാനത് കുറേയൊക്കെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ചാലഞ്ച് ഫേസ് ചെയ്തെങ്കിലും 2 മാസം കൊണ്ട് അത് ഞാൻ എഴുതി പൂർത്തിയാക്കി സബ്മിറ്റ് ചെയ്തു. അതിൽ ഡോക്ടർ CP മേനോൻ അവാർഡും കിട്ടിയില്ലേ? വളരെ അടുത്ത കാലത്ത് അതൊരു വലിയൊരു റെക്കഗ്നീഷനായിരുന്നു. കാരണം ഡോക്ടർ CP മേനോൻ ഞാൻ വളരെയധികം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു ഫിസിക്സ് അധ്യാപകനും ശാസ്ത്രജ്ഞനുമാണ്. ആ ബുക്കിലെ എക്സ്പീരിയൻസിൽ കമ്മ്യൂണിക്കേഷൻ കോംപ്ലക്സോ അല്ലെങ്കിൽ എനർജി കൺസെപ്റ്റ് കൺവേ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അതോ അതിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പാർട്ട് എന്തായിരുന്നു? എനിക്ക് തോന്നുന്നത് ഭാഷ ഒരു ചെറിയ രീതി, എൻ്റെ പരിമിതികളും കൂടി ആവാം. കാരണം ഒരു എൻജിനീയർ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ലാംഗ്വേജ് സ്കിൽസ് പലപ്പോഴും നമ്മൾ ശരിക്ക് ഡെവലപ്പ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് മലയാള ഭാഷയിൽ അത് മാറ്റിയത് ഒരു പരിമിതിയായിട്ട് പിന്നീട് വായിച്ച പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡോക്ടർ PS ചന്ദ്രമോഹൻ എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും ബഹുമാനിക്കുന്ന ഊർജ്ജ വിദഗ്ധൻ പറഞ്ഞൊരു കാര്യമാണ് എനിക്കിതിൽ ഓർമ്മ വരുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഈ പുസ്തകം 4ാമത്തെ ചാപ്റ്റർ മുതൽ വായിച്ചു തുടങ്ങാൻ പറയൂ ആളുകളോട്. അവർ പിന്നീട് 1, 2, 3 പിന്നെ വായിച്ചോളും. കാരണം 1, 2, 3 സയൻസ് ഓഫ് എനർജിയാണ്. എൻട്രോപ്പിയെ കുറിച്ചിട്ടും തെർമോഡൈനാമിക്സിനെ കുറിച്ചിട്ടും ലോ ഓഫ് തെർമോഡൈനാമിക്സിനെയൊക്കെ കുറിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് കുറച്ച് മുഷിപ്പനായിരിക്കും. പക്ഷെ 4ാമത്തെ ചാപ്റ്റർ ഗാർഹിക മേഖലയിലെ ഊർജ്ജ സംരക്ഷണമാണ്. അവിടുന്ന് തുടങ്ങിയാൽ പിന്നെ 4, 5, 6 ഇതിൽ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ ഫാൻ സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വീട്ടിലൊരു ലൈറ്റ് തിരഞ്ഞെടുക്കേണ്ടത്, നിങ്ങളുടെ വാഷിംഗ് മെഷീൻ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ ആ ചാപ്റ്റർ 4, 5, 6 പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഒരുപക്ഷെ ഇനി ഒരിക്കൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 4ാമത്തെ ചാപ്റ്റർ ആദ്യമായിട്ട് എഴുതേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. നമ്മുടെ ഇപ്പം ഏറ്റവും കൂടുതൽ ഹൈപ്പ്, താങ്കൾക്കറിയാം ഗ്രീൻ ഹൈഡ്രജൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷനായിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഇനോർമസ് ആയിട്ടൊരു ഹൈപ്പ് വന്നുകൊണ്ടിരിക്കുക. ഒരു എനർജി എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ താങ്കളുടെ ഫ്രാങ്ക് ആയിട്ടും ഓണസ്റ്റ് ആയിട്ടും ഉള്ള ഒപ്പീനിയൻ എന്താണ്, അസസ്മെൻ്റ് എന്താണ്? സാറിൻ്റെ അത്രയും ഹൈഡ്രജനെ കുറിച്ചിട്ടുള്ള സാങ്കേതികമായ അറിവുകൾ എനിക്കില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഹൈഡ്രജൻ അടുത്ത ഒരു സമീപ ഭാവിയിലൊന്നും നമുക്ക് ഒരു ഓൾട്ടർനേറ്റ് എനർജി സോഴ്സായിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു കാരണം അതിൻ്റെ ഇപ്പോഴുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ ഹൈ ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഗ്രേ ഹൈഡ്രജനൊക്കെ ആണെങ്കിൽ സാധ്യതകളുണ്ട്. പക്ഷേ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുകയാണെങ്കിൽ വീണ്ടും നമ്മൾ റിന്യൂവബിൾ എനർജി സിസ്റ്റം ഉപയോഗിക്കണം. അതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവാണ്. ഇപ്പോൾ സോളാറിൻ്റെയൊക്കെ ലെസ് ദൻ 30% ഉള്ളൂ. നമ്മൾ സോളാർ ഉപയോഗിച്ച് ഇലക്ട്രോളിസിസ് പ്രോസസ്സ് ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ സൈക്കിൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഒരു തെർമോഡൈനമിക് സൈക്കിൾ എഫിഷ്യൻസി വെച്ച് പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ ഇപ്പോഴും എത്രമാത്രം സസ്റ്റൈനബിളായിട്ടുള്ളൊരു ഫ്യൂവലാണ് എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിലിപ്പോഴും ഉണ്ട്. ഒരുപക്ഷെ സാങ്കേതികവിദ്യയൊക്കെ മാറുമ്പോൾ. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ള അതിൻ്റെ ഹാൻഡ്ലിംഗ് ആണ്. ഇത്രയും എക്സ്പ്ലോസീവായിട്ടുള്ള ഒരു ഗ്യാസിനെ നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യും, കംപ്രസ് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യണം, ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പാളിച്ചകൾ പോലും. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നെ സംബന്ധിച്ചിടത്തോളം ഹൈഡ്രജൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് 2C ഉള്ള എക്യുപ്മെൻറ്റുകൾ വേണം എന്ന് ഞാൻ തിരിച്ചറിയുന്ന അപ്പോഴാണ്. 2A 2B എന്ന് പറയാൻ സാധാരണ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റുകളെല്ലാം ഗ്രൂപ്പ് 2A 2Bയിൽ വരുമ്പോൾ 2Cക്ക് പ്രത്യേകമായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ വേണം എന്ന് ഞാൻ തിരിച്ചറിയുന്ന റിഫൈനറിയിൽ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോഴാണ് ഹൈഡ്രജൻ്റെ ഇത്രയും വലിയ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, അതിൻ്റെ LEL HEL ലിമിറ്റുകളെക്കുറിച്ചൊക്കെ. അപ്പോൾ ഹൈഡ്രജൻ പോലുള്ളൊരു വാതകം നമുക്ക് അത്രയും എളുപ്പത്തിൽ പെട്രോളോ ഡീസലോ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ അതിന് പകരമായി വരാനുള്ള സാധ്യതകൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഫ്യൂവൽ സെൽ ടെക്നോളജി വരികയാണെങ്കിൽ, കുറേയും കൂടി ചീപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അത്തരം സാധ്യതകൾ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ സമീപ ഭാവിയിലൊന്നും ഹൈഡ്രജൻ ഒരു ഓൾട്ടർനേറ്റ് ഫ്യൂവലായിട്ട് കാണുന്നില്ല. You speak of resource efficiency that goes beyond the energy efficiency. And a fundamental item think ചെയ്യുമ്പോൾ the use and throw culture ആണ്. What mindset shift do we urgently need, especially among the younger generation? ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരാം. മനുഷ്യൻ്റെ ഊർജ്ജ ഉപയോഗമാണ്
കാലാവസ്ഥാ മാറ്റത്തിന് കാരണം. ഈ ഊർജ്ജ ഉപയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വരുന്ന ലൈറ്റും ഫാനും AC ഒക്കെയാണ്. അതല്ല ഊർജ്ജം. നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും നിർമ്മിക്കാനൊരു ഊർജ്ജം ആവശ്യമുണ്ട്. ഈ ഊർജ്ജം എവിടുന്ന് വരുന്നു? നമുക്ക് വരുന്ന ഫോസിൽ ഫ്യൂവലിനോ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി തന്നെ ആയിക്കോട്ടെ, വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് വീണ്ടും ഊർജ്ജം ഉപയോഗിക്കലാണ്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് നമ്മൾ റീയൂസ് റീസൈക്കിൾ എന്നൊക്കെ പറയുന്നതിൽ ആദ്യത്തെ പടി റെഫ്യൂസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വേണ്ടാത്തൊരു വസ്തു വേണ്ട എന്ന് പറഞ്ഞു തുടങ്ങിയാൽ, നമ്മൾ പല സാധനങ്ങളും റെഫ്യൂസ് ചെയ്ത് തുടങ്ങിയാൽ അതിൻ്റെ ഉൽപ്പാദനം ഇല്ലാതാവും. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്കവാറും കാലങ്ങളിൽ പലതും നമുക്ക് വേണ്ടാത്തതാണ്, നിർബന്ധമായിട്ട് വേണ്ടതല്ല. അപ്പോൾ ഇതിനെ റെഫ്യൂസ് ചെയ്ത് എന്നാൽ പക്ഷേ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോ, ഇതിനെ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുമോ, റീമാനുഫാക്ചർ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ കോൺസെപ്റ്റിനെ ഇതിനെ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പല ആറുകളും കൂടി വരുമ്പോഴാണ് നമുക്ക് റിസോഴ്സ് എഫിഷ്യൻസി പ്രധാനമാകുന്നത്. എല്ലാ വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കാൻ ഊർജ്ജം ആവശ്യമുണ്ടെന്നും ആ ഊർജ്ജം വരുന്നത് ഇത്തരം പലപ്പോഴും നമുക്ക് കാലാവസ്ഥാ മാറ്റത്തിന് കാരണക്കാരനാവുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് ആവുന്ന സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഉപയോഗത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടർ ഉണ്ടായിരുന്നു. പഴയ കുട, പഴയ ബാഗ്, പുതിയ ക്ലാസ്. നമ്മൾ നേരത്തെ കേട്ടുന്ന മുദ്രാവാക്യം അങ്ങനെയല്ല. ഓരോ കൊല്ലവും പുതിയ കുടയും പുതിയ ബാഗും എത്തിക്കണം എന്നുള്ളൊരു പരസ്യത്തിൻ്റെ പുറത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാറിന് ഓർമ്മ ഉണ്ടാവുമല്ലോ, നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മൾ പഴയത് പുസ്തകങ്ങൾ പോലും നമ്മൾ വാങ്ങാറില്ലല്ലോ. കാരണം പുസ്തകങ്ങൾ തലമുറയായിട്ട് കൈമാറി വരും. നമ്മുടെ പേനകൾ, നമ്മൾ ഫൗണ്ടൻ പേനകൾ ഉപയോഗിച്ചിരുന്ന സമയത്ത് 5 വർഷമൊക്കെ നമ്മളൊരു പേന ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു മാസം പോലും നമുക്ക് നമ്മുടെ പേന, അതാണ് ഈ ത്രോ എവേ കൾച്ചർ. പിന്നെ ഒരു എന്താ പറയുക, പ്ലാൻഡ് ഒബ്സോലസൻസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. പല വസ്തുക്കളും വളരെ പ്ലാൻഡാണ്, അത് ഒബ്സലീറ്റ് ആവണമെന്ന്, അത് നിർമ്മാതാക്കളുടെ പ്ലാൻഡാണ്, അവർക്ക് പ്ലേസ്. ഇപ്പോൾ ബാറ്ററികളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം, ബാറ്ററികളുടെ ലൈഫ് തീരുമാനിക്കുന്നത് നമ്പർ ഓഫ് റീചാർജിങ് വെച്ചിട്ടാണ്. അതിലൊരു ഒരു ഇലക്ട്രോണിക് ചിപ്പ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ബാറ്ററി ചാർജ് ചെയ്യാൻ വെച്ചു, അതിൻ്റെ ഇടയിൽ 10 തവണ പവർ സപ്ലൈ പോയി വന്നാൽ ഇത് 10 ചാർജിങ് ആയിട്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയൊക്കെ അങ്ങനെ ഇറാറ്റിക് ആയതുകൊണ്ട് അങ്ങനെ നിങ്ങൾ 100 തവണയാണ് അതിൻ്റെ സെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററിയുടെ ലൈഫ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് ഡിസ്കാർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പല ഘട്ടങ്ങളിൽ ഈ പ്ലാന്റ് ഒബ്സോലസൻസ് ഉണ്ട്. നമ്മുടെ ലൈഫ് മനഃപൂർവ്വം കുറയ്ക്കുന്ന രീതിയിൽ വാഹനങ്ങൾ, അംബാസഡർ കാറുകൾ 30, 40, 50 വർഷങ്ങൾ ഉപയോഗിച്ചൊരു കാലം ഓർമ്മയുണ്ടാവില്ല. ഇന്ന് നമ്മൾ 5 വർഷം കഴിയുമ്പോഴേക്കും പുതിയ വണ്ടി വാങ്ങേണ്ടി വരുന്നു പലപ്പോഴും. അപ്പോൾ അവിടെ റിസോഴ്സ് എഫിഷ്യൻസി പ്രധാനം കൊടുക്കുകയാണെങ്കിൽ ലൈഫ് എക്സ്പെക്റ്റൻസി നീട്ടാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് എനർജി എഫിഷ്യൻസിയേക്കാൾ പ്രധാനമാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. ഇൻഡയറക്റ്റ്ലി അത് എനർജി എഫിഷ്യൻസിയെ സഹായിക്കുന്ന കാര്യമാണ്. ഏറ്റവും മോസ്റ്റ് ടാൻജിറ്റ് ഗ്രൗണ്ട് ലെവൽ ഇമ്പാക്റ്റ് താങ്കൾ വിറ്റ്നസ് ചെയ്തത് എവിടെയാണ്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന IEEEയുടെ ഒരു സ്മാർട്ട് വില്ലേജ് പ്രോജക്റ്റിലാണ് ഏറ്റവും ഗ്രൗണ്ട് ലെവലായിട്ടുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ ഇൻ്റർവെൻഷൻ എന്ന് പറയും. IEEE സ്മാർട്ട് വില്ലേജ് സാധാരണയായിട്ട് വൈദ്യുതി എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ റിന്യൂവബിൾ എനർജി എത്തിക്കുക എന്നുള്ളൊരു പ്രോജക്റ്റാണ്. അവിടെയാണ് ഞങ്ങളൊരു പുതിയൊരു കോൺസെപ്റ്റ് പിച്ച് ചെയ്യുന്നത്. നിങ്ങൾ റിന്യൂവബിൾ എനർജി കൊണ്ടുവരുന്നത് ക്ലൈമറ്റ് റെസീലിയൻസ് ഉണ്ടാക്കാനാണ്, അല്ലെങ്കിൽ കാലാവസ്ഥാ മാറ്റത്തിനെ നേരിടാനുള്ള ഒരു മെത്തഡോളജി എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നു ക്ലൈമറ്റ് റെസീലിയൻസ് ഉണ്ടാക്കാനുള്ള ഒരു മാർഗം ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ ഹു ആർ ലിവിങ് ഇൻ ക്ലൈമറ്റ് വൾണറബിൾ ഏരിയാസ്. കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ദുരന്തങ്ങൾ നേരിടുന്ന സ്ഥലത്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവസന്ധാരണം മെച്ചപ്പെടുത്തുക എന്നുള്ളതും കൂടി ഒരു റെസീലിയൻസ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ് നമ്മൾ IEEയുടെ മുന്നോട്ട് വെച്ചുകൊണ്ട് അവിടെ വൈപ്പിൻ പറവൂർ ഭാഗത്തുള്ള ഒരു 25 സ്ത്രീ സംരംഭകർ അവർ കുറച്ച് റിന്യൂവബിൾ എനർജി ഉള്ള ഡ്രയേഴ്സും ഒക്കെ വെച്ചിട്ട് പല രീതിയിലുള്ള അതിൽ ഫിഷ് പ്രോഡക്ട്സ് ചെയ്യുന്നവരുണ്ട്, ഫുഡ് പ്രോഡക്ട്സ് അഗ്രോ ചെയ്യുന്നവരുണ്ട്, ഡയറി ഉണ്ട്. അവർ HDFC പരിവർത്തൻ എന്ന് പറയുന്ന ഒരു CSR ഫണ്ടിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയ ചില എക്യുപ്മെൻറ്റുകളും ഉപകരണങ്ങളും വെച്ചിട്ട് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ തുടങ്ങിയവരാണ്. പക്ഷേ ഈ CSR ഫണ്ടിൻ്റെയൊക്കെ ഒരു പ്രത്യേകത 1 കൊല്ലമല്ലേ ഉള്ളൂ.
അടുത്ത കൊല്ലം HDFC പോയി, ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇവർക്ക് ബിസിനസ് എന്താണെന്ന് അറിയില്ല. അറിയില്ല എന്നുള്ള സെൻസിൽ അവർ ബിസിനസ്സുകാരല്ല, അവർക്ക് അതിൻ്റെ ന്യൂആൻസസിനെ കുറിച്ച് അറിയില്ല, മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിയില്ല. അവർക്ക് സാധനങ്ങൾ ഉണ്ടാക്കും, അവർക്ക് ലാഭം എന്ന് തോന്നുന്ന സ്ഥലത്ത് വിൽക്കും. വാസ്തവത്തിൽ അവരുടെ ലേബർ കോസ്റ്റ് ചെയ്യാതെയാണ് അവർ ഈ വസ്തുക്കൾ വിൽക്കുന്നത്. പക്ഷെ അപ്പോഴും അവർ ധരിക്കുന്ന അവർക്ക് ലാഭത്തിലാണെന്നോ. അവർക്ക് 120 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്ന ഒരു വസ്തു 130 രൂപയ്ക്ക് വിറ്റിട്ട് 10 രൂപ ലാഭം ഉണ്ടായെന്ന് പറയും. പക്ഷേ ഈ 120 രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അവർ 4 പേര് 5 പേര് ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ടാവും. അതവർ കോസ്റ്റ് ചെയ്യുന്നില്ല. ഇവരോട് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി, ഇവരെല്ലാവരും ഈ വേലിയേറ്റ വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരാണ്. അതാണ് ഞങ്ങളുടെ ഒരു കണക്ഷൻ. ഞങ്ങൾ അവരോട് സംസാരിച്ച് ഞങ്ങൾക്ക് ഒരു കാര്യം തിരിച്ചറിഞ്ഞത്, ഇവരെ സപ്പോർട്ട് ചെയ്താൽ ഇവർക്കൊരു സക്സസ്ഫുൾ ബിസിനസ് എൻ്റർപ്രണറായിട്ട് വരാം. ആ പ്രൊജക്റ്റാണ് ഞങ്ങൾ IEEEക്ക് കൊടുത്തത്. അപ്പോൾ IEEE അത് ആക്സെപ്റ്റ് ചെയ്തു. അവരൊരു സോളാർ ഡ്രയർ, ഒരു കോൾഡ് സ്റ്റോറേജ്, 7 kW സോളാർ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു കോൾഡ് സ്റ്റോറേജ്, സോളാറിൽ വർക്ക് ചെയ്യുന്ന സോളാർ ഡ്രയർ, പിന്നെ 2 ഇലക്ട്രിക് ഓട്ടോ റിക്ഷാസ്. ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ള ഒരു പ്രധാന കോമ്പണൻറ്റ് കാർബൺ ഫുട് പ്രിൻറ്റ് കുറയ്ക്കലാണ്. കാരണം ഇതെല്ലാം റിന്യൂവബിൾ എനർജി ബേസ്ഡ് ആണ്. അപ്പോൾ അവരുടെ പ്രോഡക്റ്റിൻ്റെ കാർബൺ ഫുട് പ്രിൻറ്റ് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ സാധാരണ ഓട്ടോറിക്ഷയിൽ കൊണ്ടുകൊടുക്കുന്ന ഒരു വസ്തു സോളാർ ഓട്ടോയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ കാർബൺ ഫുട് പ്രിൻറ്റ് കുറയാം. ഈ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ട് ഞങ്ങൾ ഒരു പ്രോജക്റ്റ് കൊടുത്തു. ആ പ്രോജക്റ്റ് ഏകദേശം അതിൻ്റെ കംപ്ലീഷൻ സ്റ്റേജിലേക്കാണ്. എല്ലാ ഇൻസ്ട്രുമെൻസും എക്യുപ്മെൻറ്റ്സും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അവിടെ ഞങ്ങൾ ഇപ്പോൾ നേരിടുന്നൊരു ചാലഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഡക്ഷന് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് വേണ്ടത്, അവർക്ക് വേണ്ട ചെറിയൊരു സീഡ് ക്യാപിറ്റലാണ്. ഒരു 10,000 രൂപ മതിയായിരിക്കും ചിലപ്പോൾ. പക്ഷെ നമ്മൾ പലപ്പോഴും പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ ഈ കോമ്പണൻറ്റുകൾ എവിടെ നിന്നെത്തും, എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ്. പല രീതിയിലുള്ള കൊളാബറേഷൻസ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ രംഗ്ദേ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് ട്രെയിനിങ് വേണം, ഇവർക്ക് പാക്കേജിങ്ങിനെ കുറിച്ച് ട്രെയിനിങ് വേണം, പ്രോഡക്റ്റ് ക്വാളിറ്റിയെക്കുറിച്ച് ട്രെയിനിങ് വേണം. അപ്പോൾ ഞങ്ങൾ സെൻറ്റ് തെരേസാസ് കോളേജിൽ ടിബിക്കുമായിട്ടൊരു MOU സൈൻ ചെയ്തു, ടെക്നോളജി ഇൻക്യുബേഷൻ ബിസിനസ് സെൻ്ററുമായിട്ട്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. കുസാറ്റിലെ ഫിഷ് എന്ന് പറയുന്നൊരു യൂണിറ്റുമായിട്ട് ചേർന്നിട്ട് ഇവർക്ക് വേണ്ട അക്കൗണ്ടിങ് ഇതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അവർ എത്ര പേരുണ്ട്? 25 യൂണിറ്റുകൾ, അതിൽ ഓരോ യൂണിറ്റിലും 5 പേര്, അങ്ങനെയാണ് യൂണിറ്റുള്ളത്. അതിൽ ഏകദേശം പകുതിയോളം പേര് ഇപ്പോഴും ആക്റ്റീവാണ്. ഇപ്പോൾ അവരുടെ അടുത്ത പടിയായിട്ട് അവർക്ക് എങ്ങനെയാണ് ഇവരുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റുക. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു കോമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് മെയിൻ പ്രോഡക്റ്റ് വരുന്നത്? അവർ ഫിഷ് പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഡ്രൈ ഫിഷ് ഉണ്ട്, അച്ചാറുണ്ട്, പിക്കിളുണ്ട്, പിന്നെ ഗോതമ്പ് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, അങ്ങനത്തെ പൊടികളുണ്ട്. പിന്നെ ഡയറി പ്രോഡക്ട്സ് ഉണ്ട്, പേട, അങ്ങനത്തെ പല വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. ഇവരെ ഒരു നെക്സ്റ്റ് ലെവൽ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ഉള്ളൊരു സപ്പോർട്ട് മെക്കാനിസം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ടാഗ് ലൈൻ ലോ കാർബൺ, ലോക്കലി പ്രൊഡ്യൂസ്ഡ്, ലോക്കലി മാനുഫാക്ചേർഡ് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഈ കാർബൺ ഫുട് പ്രിൻറ്റ് പോലും അവിടെ കുറവാണല്ലോ. കാരണം ഈവൻ റോ മെറ്റീരിയൽ ഫുട് പ്രിൻറ്റ് പോലും കുറവാണ്. നമുക്ക് പലപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന റോ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളിവിടെ മെറ്റീരിയൽ പലപ്പോഴും ഉണ്ടാക്കുന്നത്. ഈ ട്രാൻസ്പോർട്ടേഷൻ ഫുട് പ്രിൻ്റൊന്നും നമ്മൾ മെഷർ ചെയ്യുന്നില്ല. അതാണ് എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലത്തെ അനുഭവത്തിൽ നമുക്ക് ഇവരുമായിട്ട് നിരന്തരം ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. എല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണമെന്നല്ല, പക്ഷേ അവരെ ഒന്ന് ഒരു കൈത്താങ്ങ് കൊടുക്കാനുള്ളൊരു പ്രവർത്തനം IEEEയുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ജെറോമിനോട് ഒരു 5 റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. താങ്കൾക്ക് ഒറ്റ വേർഡിലോ ഒരു സെൻറ്റൻസിലോ താങ്കൾക്ക് ഉത്തരം പറയാം. സോളാർ എനർജി ഓർ ഹൈഡ്രജൻ, കേരളത്തിൻ്റെ ഫ്യൂച്ചർ എന്താണ്? ഡെഫിനറ്റ്ലി സോളാർ. കേരളത്തിൻ്റെ ബിഗസ്റ്റ് ക്ലൈമറ്റ് ത്രെറ്റ് എന്താണ്? നമ്മുടെ പുതിയ വരുന്ന പല ഡെവലപ്മെൻ്റൽ പ്രോജക്റ്റുകളും നമ്മൾ നേരിടാൻ പോകുന്ന പലതരത്തിലുള്ള ക്ലൈമറ്റ് ത്രെറ്റുകളെ കൂടി ഉൾക്കൊണ്ട് ഡിസൈൻ ചെയ്യുന്നതല്ല എന്നുള്ളതാണ്. നാഷണൽ ഹൈവേ ആയിക്കോട്ടെ, വരാൻ പോകുന്ന ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റംസ് ആയിക്കോട്ടെ, ഇതിലൊന്നും ആ ഒരു ക്ലൈമറ്റ് കോമ്പണൻറ്റ് ശരിയായ രീതിയിൽ വന്നില്ലെങ്കിൽ ദാറ്റ് വിൽ ബി ദ ബിഗ്ഗസ്റ്റ് ത്രെറ്റ് ദാറ്റ് കേരള ഗോയിങ് ടു ഫേസ്. ബട്ട് ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നമ്മൾ ചെയ്യാറുണ്ടല്ലോ. പലപ്പോഴും അത് ഒരു നെയിം സേക്ക് അസസ്മെൻ്റ് ആണ്, കൃത്യമായിട്ടുള്ളൊരു ഒരു സ്റ്റഡി അല്ല എന്നുള്ളതാണ്. AC ടെമ്പറേച്ചർ, വാട്ട് ഈസ് യുവർ പേഴ്സണൽ സെറ്റിംഗ്? 25. എനർജി ഓഡിറ്റ് മാൻഡറ്ററിയോ വോളണ്ടറി ആയിട്ടാണോ ചെയ്യേണ്ടത്? രണ്ടുമല്ല.
മാൻഡേറ്ററി ആക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു റിയലൈസേഷൻ്റെ പുറത്ത് ദിസ് ഇസ് ദാറ്റ് ഐ ഹാവ് ടു ഡു എന്നുള്ളൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. Correct. So that should be a social commitment rather than a mandatory. Mandatory or ആർക്കോ വേണ്ടി വോളണ്ടറി ആയിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. അതെ. What do you see Equinoct from 10 years from now? 10 വർഷം. It's a very, very big question because everybody with whom we interact, ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, വാട്ട് ഈസ് യുവർ ബിസിനസ് പ്ലാൻ? നിങ്ങളുടെ, പക്ഷെ ഞങ്ങൾക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണത്. കാരണം ഞങ്ങളുടെ എല്ലാ പ്രോജക്റ്റുകളും ഞങ്ങൾ മുന്നിൽ കാണുന്നത് ഹൗ ക്യാൻ ദാറ്റ് ബി എൻ ഇൻക്ലൂസീവ് തിങ് ദാറ്റ് സമൂഹമായിട്ട് ഇടപഴകുന്ന, സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളിലേക്ക് വരുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് 10 വർഷം അപ്പുറത്തേക്ക് എന്താണ് എന്നുള്ളത് നമുക്കിപ്പോഴും ആലോചിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ ആലോചിക്കുന്നില്ല എന്നുള്ളതും കൂടിയാണ് വാസ്തവം. ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ ആലോചിക്കുന്നൊരു കാര്യം. അതിനെന്ത് ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതല്ല. ഈവൻ ദോ വി ആർ എ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഞങ്ങൾ പ്രോഫിറ്റ് വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ നമ്മുടെ ബേസിക് ഒബ്ജക്റ്റീവ് കുറച്ച് വ്യത്യസ്തമാണ്. ഊർജായനം, താങ്കളുടെ അതല്ലേ എൻ്റെ പേര്? ഒരു സെൻറ്റൻസിൽ എവറി കേരളൈറ്റ് മസ്റ്റ് റീഡ് ഇറ്റ്. വൈ? ഊർജം ആണ് മനുഷ്യൻ്റെ ഭാവിയെ തീരുമാനിക്കുന്ന ഒരു കാര്യം. നമ്മുടെ ഊർജ ഉപയോഗമാണ് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ തീരുമാനിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വളരെ ചെറിയ കാര്യങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്കിൽ പോലും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു 20 വയസ്സുള്ളൊരു എഞ്ചിനീയർ, താങ്കളുടെ മെസ്സേജ് എന്തായിരിക്കും? Purpose of life is to have a life with purpose. താങ്ക് യു ഡോക്ടർ ജയറാമൻ. ഈ കോൺവെർസേഷൻ ഓരോ മൊമെൻറ്റും ഡീപ്ലി എൻറിച്ചിങ് ആയിരുന്നു. ഒരു എഞ്ചിനീയറായ ഞാൻ സേഫ്റ്റി റെഗുലേഷൻസിൻ്റെ വേൾഡിൽ നിന്നും ഡിക്കേഡ്സ് ചെലവഴിച്ച ഒരാൾ ഈ കോൺവെർസേഷനിൽ ഒരു മിറർ കണ്ടു. ടെക്നിക്കൽ എക്സ്പെർട്ടൈസിൽ എലോൺ സിസ്റ്റംസ് ചേഞ്ച് ആകില്ല. കമ്മ്യൂണിറ്റി ഒരുമിക്കണം, ബിഹേവിയർ ചേഞ്ച് ഉണ്ടാകണം, ഭൂമിയോടൊരു റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യണം. ഇതാണ് ഈ കോൺവെർസേഷൻ്റെ ഹാർട്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിലേക്കും കൊളീഗ്സിലേക്കും ഒക്കെ കൊടുക്കുക, അയച്ചു കൊടുക്കുക. ഈ എപ്പിസോഡ് ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഷെയർ ചെയ്ത് ഒരു കോൺവെർസേഷൻ ഒരു മൈൻഡ് ചേഞ്ച് ആകാം. ഒരു മൈൻഡ് ചേഞ്ച് ഒരു വേൾഡ് ചേഞ്ചിൻ്റെ ബിഗിനിങ് ആകാം. ഡോക്ടർ ജയറാമൻ ഒരിക്കൽ കൂടി ഈ കോൺവെർസേഷൻ്റെ ടൈമിൽ ഓരോ മിനിറ്റിലും ഓരോ ഇൻസൈറ്റും തന്നതിന് ഹൃദ്യമായ നന്ദി. താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി സർ, ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു വേദി ഒരുക്കി തന്നതിനും വളരെ നന്ദിയുണ്ട്. താങ്ക് യു.